السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, തിന്മ തടയുക തന്നെ വേണം എന്ന വിഷയമാണ് നാം ഇന്നിവിടെ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അൽ-ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ അൽ-അർബഊനിൽ 34-ാമത്തെ ഹദീസായി എടുത്തു കൊടുത്തിട്ടുള്ള ഒരു ഹദീസാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ആധാരം. ഈ ഹദീസ് ഇപ്രകാരമാണ്: عن أبي سعيد الخدري رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: من رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه فإن لم يستطع فبقلبه وذلك أضعف الإيمان. رواه مسلم في الصحيح. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുള്ള അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അദ്ദേഹം പറയുന്നു: സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങളിൽ ആരെങ്കിലും ഒരു മുൻകർ കാണുകയാണെങ്കിൽ, ഒരു തിന്മ കാണുകയാണെങ്കിൽ, ഫൽയുഗയ്യിർഹു ബിയദിഹി, അവനത് തൻ്റെ കൈകൊണ്ട് അത് നീക്കം ചെയ്യട്ടെ, കൈകൊണ്ടത് തടയട്ടെ. ഫൈൻ ലം യസ്തതി' ഫബിലിസാനി, അവന് കൈകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ്റെ നാവ് കൊണ്ട് അവൻ ചെയ്യട്ടെ. ഫൈൻ ലം യസ്തതി' ഫബിഖൽബിഹി, അവൻ്റെ നാവ് കൊണ്ടും അവന് സാധിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഖൽബ് കൊണ്ട് അവൻ വെറുക്കട്ടെ. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിൻ്റെ ഏറ്റവും ദുർബലാവസ്ഥയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ദീനുൽ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അഥവാ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ള ദീനുൽ ഇസ്ലാമിൻ്റെ പരമപ്രധാനമായ ഒരടിസ്ഥാനമാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയായി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഉമ്മത്താണ് എന്നുള്ളത്. സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട നന്മയുള്ള ഒരു സമുദായമാണ് നിങ്ങൾ. എന്നിട്ട് ആ സമുദായത്തിൻ്റെ ആദ്യത്തെ വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്: തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്നവരാണ്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നോക്കൂ, ഈ ആയത്തിൻ്റെ ക്രമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസ കാര്യങ്ങളെക്കാൾ മുമ്പേ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന കാര്യം പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിൽ അറിയപ്പെട്ട അതിൻ്റെ അടിസ്ഥാനമാണ് വിശ്വാസം ശരിയാകാതെ ഒരു നന്മയും ശരിയാവുകയില്ല, പിന്നീട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നത്. അതറിയപ്പെട്ട കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുള്ളത്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഈ പറയുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതോ വിശ്വാസ കാര്യത്തോടൊപ്പമാണ് പറഞ്ഞിട്ടുള്ളത്, അതിനേക്കാൾ മുന്തിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് അത്രയും പ്രാധാന്യമുണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഇപ്രകാരം നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മഹാന അൽ-ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഈ ഉമ്മത്തിൻ്റെ മുഴുവൻ പ്രത്യേകതയല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ മുഴുവൻ പ്രത്യേകതയല്ല അവർക്ക് ഖൈറുണ്ട് എന്നുള്ളത്. മറിച്ച് ആർക്കാണോ ഈ സിഫത്തുകൾ, ഈ ഗുണങ്ങൾ അവരിൽ സമ്മേളിക്കുന്നത് അവർക്ക് മാത്രമാണ്. അഥവാ അവർ വിശ്വസിക്കുന്ന ആളുകളായിരിക്കണം, വിശ്വാസം ശരിയായിരിക്കണം, എങ്കിലേ ഖൈർ ഉമ്മത്തിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആ വിശ്വസിച്ച കാര്യങ്ങൾ, അതിൻ്റെ നന്മകൾ ആളുകൾക്ക് പകർന്നു നൽകുന്ന ആളുകളായിരിക്കണം. അതേപോലെ തന്നെ ചുറ്റുമുള്ള തിന്മകളെ എതിർക്കുവാനും അവനുണ്ടായിരിക്കേണ്ടതുണ്ട്.
ഈ വിശേഷണങ്ങൾ ഒരാളിൽ സമ്മേളിക്കുമ്പോൾ മാത്രമാണ് അവൻ ഈ പറയുന്ന ഖൈർ ഉമ്മത്ത്, നന്മ നിറഞ്ഞ സമുദായത്തിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ ഖൈർ ഉമ്മത്തിൽ ഉൾപ്പെടാൻ വേണ്ട വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് വിശ്വാസ കാര്യങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. ജനങ്ങൾക്ക് നന്മകൾ എത്തിച്ചു കൊടുക്കുക, അവരിൽ കാണുന്ന തിന്മകളെ എതിർക്കുക എന്ന് പറയുന്നത് അത് വളരെ വളരെ സ്നേഹത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ആരെങ്കിലും വഷളാക്കാനോ ആരുടെയെങ്കിലും മുന്നിൽ ഔന്നിത്യം നടിക്കാനോ അല്ല. ഇത് വളരെയധികം വിനയത്തോടു കൂടി സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവരോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നന്മ വരണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ്. അത് ഈമാനിൻ്റെ ഭാഗമാണ്, മുഅ്മിനീങ്ങളുടെ ഗുണമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലും പറഞ്ഞത് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറഞ്ഞു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. സത്യവിശ്വാസികൾ, സത്യവിശ്വാസിനികൾ പരസ്പരം ബന്ധമുള്ള ആളുകളാണ്, പരസ്പരം സ്നേഹബന്ധമുള്ള ആളുകളാണ്, ഔലിയാക്കളാണ്. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അതുകൊണ്ട് തന്നെ അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ മതി, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളൊരു പണി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരാളോട് ചെയ്യുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവരോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ? അല്ല, പലരും തിരിച്ചറിയാത്തൊരു കാര്യമാണ്. നമ്മൾ ഒരാളിൽ ഒരു നന്മ കാണുന്നില്ല, അപ്പം അയാളോട് പോയി പറയണത് ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അയാളോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. അതൊരു കാഫിറാണെങ്കിൽ പോലും അയാൾക്ക് ഹിദായത്ത് കിട്ടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ആ പറയുന്നത്, അല്ലേ? നമുക്ക് ഹിദായത്ത് കിട്ടണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ട്. അയാൾക്ക് ഹിദായത്ത് കിട്ടണം എന്ന ആഗ്രഹം കാരണത്താലാണ് നമ്മൾ അയാളോട് പോയി ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, അയാളോട് പോയി ഷിർക്കിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നീ മരണപ്പെട്ടാൽ നിന്റെ പര്യവസാനം എന്തായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഹിദായത്ത് കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ പലരും അത് തിരിച്ചറിയുകയില്ല. ഇനി വിശ്വാസി സമൂഹത്തെ എടുത്തു നോക്കിയാൽ തന്നെയും അവരിൽ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ തിന്മകൾ, ബിദ്അത്തുകൾ, ഇതിനെക്കുറിച്ച് വളരെ നസീഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി പറഞ്ഞു കൊടുത്താലും ചിലർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവർ വിചാരിക്കുന്നത് അവരെന്തോ മോശമാക്കാനാണ്, അതല്ലെങ്കിൽ അവർ ഇത്രയും നാൾക്ക് നാളായി കൊണ്ടു നടന്നൊരു ആചാരത്തെ അന്യായമായി ഇല്ലാതാക്കി കളയാനാണ് എന്നൊക്കെ രീതിയിലാണ് പലപ്പോഴും പൈശാചികമായ ദുർബോധനങ്ങൾ അവരുടെ ചെവികളിൽ മന്ത്രിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നന്മ കൽപ്പിക്കുന്നവരെ മോശക്കാരായി ചിത്രീകരിക്കുന്നത് കാണാം. തിന്മ വിലക്കുന്ന ആളുകളെ മോശക്കാരായി പലപ്പോഴും ചിന്തിക്കുന്നത് കാണാം. യഥാർത്ഥത്തിൽ അത് മുഅ്മിനീങ്ങൾ, വിശ്വാസി സമൂഹം പരസ്പരമുള്ള അവരുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. നിങ്ങളങ്ങനെ പെട്ടുപോകാൻ പാടില്ല. നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്, നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാനത് ചെയ്യുന്നത് എന്ന് പലരും തിരിച്ചറിയാറില്ല. ഇനി അതല്ലെങ്കിൽ വേറെ ചിലരെങ്കിലും അവർ ഇത്തരം ദഅവ മേഖലകളിൽ ഏർപ്പെടുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ചിന്തയില്ലാതായി പോകുന്നുമുണ്ട്, തിരിച്ചുമുണ്ട്. ചിലരെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ മേൽ എന്തെങ്കിലുമൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടി മാത്രം പറയുന്നത് പോലെ തോന്നിപ്പോകുകയാണ്. അവർ യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിൽ ഒരു നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാളിലുള്ള തിന്മ വിലക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ മനസ്സിലുണ്ടാകേണ്ട നിയ്യത്ത് എന്താണ്? ഞാൻ ഈ പറയുന്നത് കാരണത്താൽ ഇയാൾ ഇതിൽ നിന്നും എന്ത് ചെയ്യേണ്ടതുണ്ട്? തിരുത്തേണ്ടതുണ്ട്. അയാൾ ആ തിരുത്തേണ്ടതുണ്ട്, അയാൾക്ക് ചെയ്യാത്ത നന്മകൾ അയാൾ ചെയ്യേണ്ടതുണ്ട് എന്ന ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അത് മുഅ്മിനീങ്ങളുടെ വിശേഷണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറഞ്ഞതാണ്. അതല്ലാതെ ആരെങ്കിലുമൊക്കെ വഷളാക്കാനോ ആരെങ്കിലുമൊക്കെ മോശമാക്കാനോ ഉള്ള ഒരു കാര്യമേ അല്ല നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഭൂമിയിൽ ആധിപത്യം നൽകിയ ആളുകളുടെ വിശേഷണമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ആധിപത്യം നൽകിയാൽ അഖാമുസ്സലാ വആതൗ സകാ വഅമറു ബിൽ മഅറൂഫി വനഹു അനിൽ മുൻകർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് പറയുന്നത്. 1, അഖാമുസ്സലാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരായിരിക്കും. 2, വആതൗ സകാ, അവർ സകാത്ത് കൊടുക്കുന്നവരായിരിക്കും. 3, വഅമറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവരായിരിക്കും. 4, വനഹു അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്നവരായിരിക്കും. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഒരു ഭാഗത്തിന് ആധിപത്യം നൽകണമെങ്കിലും ഈ പറയുന്ന ക്വാളിറ്റികൾ, ഈ പറയുന്ന ഗുണങ്ങൾ അവരിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാണ്. വിശ്വാസത്തോടൊപ്പം നിസ്കരിക്കുന്നവരായിരിക്കണം, അതോടൊപ്പം അവരുടെ സക്കാത്ത് അത് കൊടുത്തു വിട്ടുന്നവരായിരിക്കണം, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ള ഗുണം അവരിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇത് ഈ പറയുന്ന അമലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ആമുഖങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്.
ഇനി ഹദീസുമായി ബന്ധപ്പെട്ട് ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഫായിദകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. മഹാനായ സഹാബി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആണ് നാം നേരത്തെ കേട്ട ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ എന്നാണ്. ഇത് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഹദീസിൻ്റെ ആ ശൈലിയിൽ ഏറ്റവും പ്രാമാണ്യയോഗ്യമായ ഒരു രീതിയാണ്. സ്വഹാബി ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു എന്ന് പറയുന്നത്. സമിഅ്തു എന്നൊരു സ്വഹാബി പറഞ്ഞാൽ സ്വഹാബി നേരിട്ട് കേട്ടു എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അദ്ദേഹം നേരിട്ട് കേട്ടു എന്നാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരു മുൻകർ കാണുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും കാണുകയാണെങ്കിൽ എന്നാണ് പറയുന്നത്. ഇവിടെ റഅ എന്ന് പറയുന്ന വാക്കിനർത്ഥം അത് കണ്ടു എന്നാണ് അറിയാറുള്ളത്. പൊതുവെ റഅ എന്ന് പറയുന്ന വാക്കിന് അറബി ഭാഷയിൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് റുഇയത്ത്, കാഴ്ച എന്നുള്ള അർത്ഥമുണ്ട്. മറ്റൊന്ന് ഇൽമ്, അറിയുക എന്നുള്ള അർത്ഥവുമുണ്ട്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണാതെ തന്നെ നമ്മളത് കണ്ടതുപോലെ സ്വീകരിക്കുന്ന കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസപ്പിറവിയെ കുറിച്ച് പറഞ്ഞല്ലോ, സൂമു ലിറുഇയതിഹി വഅഫ്തിറു ലിറുഇയതിഹി. ആ മാസം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് ആരംഭിക്കുക, മാസം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും കാണുക, അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വ്യക്തികൾ കണ്ടു, അയാൾ അറിയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കിയുള്ള ആളുകളൊക്കെ കണ്ടതുപോലെ അത് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാവരോടും സൂമൂലി റുഇയതിഹി എന്നാണ് പറയുന്നത്. എല്ലാവരോടും എന്ത് ചെയ്യാനാണ് പറയുന്നത്? കാഴ്ചക്കനുസരിച്ചിട്ട് സ്വീകരിക്കാനാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കാണേണ്ട ആവശ്യമില്ല, നമുക്ക് അറിവ് കിട്ടിയാൽ മതി. വിശ്വസ്തരിൽ നിന്നും അറിവ് കിട്ടുക എന്നുള്ളത് അത് കണ്ടതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മൻ റഅ മിൻകും എന്ന് പറഞ്ഞാൽ അതിന് സാക്ഷിയായവനാകട്ടെ, അതല്ലെങ്കിൽ അത് കൃത്യമായി വിശ്വാസയോഗ്യമായി അതറിഞ്ഞവനാകട്ടെ, ഇത് രണ്ടും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മൻ റഅ മിൻകും മുൻകറൻ, ആരെങ്കിലും ഒരു കാര്യം, ഒരു മുൻകറിനെ കാണുകയാണെങ്കിൽ, അറിയുകയാണെങ്കിൽ. ഇവിടെ സഹോദരങ്ങളെ, ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് എന്താണ് മുൻകർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെ? ഒരു തിന്മ കണ്ടാലാണ് അതിന് എതിർക്കാൻ പറയുന്നത്. അതുകൊണ്ട് ആ മുൻകർ എന്താണ്, ആ പറയപ്പെടുന്ന തിന്മ എന്താണ്, ദീനുൽ ഇസ്ലാം തിന്മയായി കാണുന്ന കാര്യം എന്താണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് വൽ ഹറാമുൽ ബയ്യിനു യദ്ഖുലു ഫീഹി അംറാൻ, വ്യക്തമായ നിഷിദ്ധം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. രണ്ട് ഹെഡിങ്ങുകളിൽ അല്ലെങ്കിൽ രണ്ട് തലക്കെട്ടുകളിൽ നമുക്കതിന് മനസ്സിലാക്കാം. ഒരു മുൻകറായ കാര്യം അത് രണ്ട് കാര്യങ്ങളായി എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് തർക്കുൽ വാജിബാണ്, വാജിബായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് മുൻകർ തന്നെയാണ്. രണ്ടാമത്തേത് ഫിഅലുൽ ഹറാം, നിഷിദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് മുൻകറായ കാര്യമാണ്. രണ്ടും ഒരേപോലെ മുൻകറാണ്, യാതൊരു വ്യത്യാസവുമില്ല. തർക്കുൽ വാജിബ്, വാജിബായ കാര്യം ഒരാൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു തിന്മയാണ്. അതല്ലാതെ തിന്മ എന്ന് പറഞ്ഞാൽ അത് മോഷ്ടിക്കുക അല്ലെങ്കിൽ വിഭജിക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമല്ല. തർക്കുൽ വാജിബ്, വാജിബായ കാര്യം ഒരാൾ ചെയ്താൽ അത് സഹോദരങ്ങൾ മുൻകറായ കാര്യമാണ്. ഏതുപോലെ? ഒരാൾ നിസ്കരിക്കുന്നില്ല, ഒരാൾ നിസ്കരിക്കാതിരിക്കുകയാണ്, ബാങ്ക് കൊടുക്കുന്നു, അയാൾ നിസ്കാരത്തിൻ്റെ സമയമായിട്ടും അയാൾ നിസ്കരിക്കുന്നത് കാണുന്നില്ല. നമ്മളത് കാണുകയാണെങ്കിൽ ഒരു മുൻകറാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, ഒരു മുൻകറാണ് കണ്ടിട്ടുള്ളത്. ഒരു ഹറാം കണ്ടതുപോലെ തന്നെയാണ് നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തടയുന്ന വിഷയം ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ അതൊരു മുൻകറാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതല്ലെങ്കിൽ സഹോദരങ്ങളെ, റമദാനിൻ്റെ പകലിൽ ഒരാൾ യാത്രക്കാരനൊന്നല്ല, ഒരാൾ നാട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, ആരോഗ്യമുണ്ട്, രോഗമൊന്നുമില്ല, അയാൾ റമദാനിൻ്റെ പകലിൽ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നത് നോമ്പുകാരനായി തുടരുന്നില്ല എങ്കിൽ അതൊരു മുൻകറാണ്. അവനോട് കാര്യം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഒരു മുൻകറാണ് ആ കണ്ടത്, അത് മനസ്സിലാക്കുക. അതേപോലെ പറഞ്ഞതാണ് ഫിഅലുൽ ഹറാം, രണ്ടാമത്തെ മുൻകറായി എണ്ണി പറഞ്ഞത് നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറയുന്നു നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നാലായി വേർതിരിച്ചിട്ടുണ്ട്. 4 രൂപത്തിലാണ് നിഷിദ്ധങ്ങൾ ഉള്ളത്. ഒന്നാമത്തേത് ഫിഅലു ശിർക്ക് ബിനൗഇഹി അൽ അക്ബർ വൽ അസ്ഗർ, ചെറുതോ വലുതോ ആയ ഷിർക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഏറ്റവും ഗുരുതരമായ പാപങ്ങളിൽ എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചെറുതോ വലുതോ ആയ ഷിർക്കുകൾ നമ്മൾ കാണുക എന്നുള്ളത്. രണ്ടാമത്തേത് ഫിഅലുൽ ബിദ്അ, ബിദ്അത്തുകൾ പ്രവർത്തിക്കുക എന്നുള്ളത്, അത് ഏറ്റവും വലിയ തിന്മകളിൽ വരുന്നതാണ്, ഷിർക്കിന് താഴെ വരുന്ന കാര്യമാണ്. മൂന്നാമത്തേത് ഫിഅലുൽ കബായിരി മിനസ് ദുനൂബ്, വൻപാപങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തേത് ഫിഅലുസ് സഗായിർ, അതിന് താഴെയുള്ള പാപങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം മുൻകറാത്ത്, ഷിർക്കാകട്ടെ, അത് വലുതാകട്ടെ ചെറുതാകട്ടെ, ബിദ്അത്താകട്ടെ, വൻപാപമാകട്ടെ, അതിന് താഴെയുള്ള പാപങ്ങളാകട്ടെ, എല്ലാം സഹോദരങ്ങളെ മുൻകറാത്താണ്. അഥവാ മൻ റഅ മിൻകും മുൻകറൻ എന്ന് പറഞ്ഞതിൽ എന്തെല്ലാം ഉൾപ്പെട്ടു? ഒരാൾ വാജിബ് ഉപേക്ഷിച്ചാൽ അത് ഉൾപ്പെട്ടു. ഈ പറയുന്ന 4 ഇനം തിന്മകളും ഉൾപ്പെട്ടു എന്ന് മനസ്സിലാക്കണം.
നോക്കൂ, ഹദീസിന്റെ പ്രയോഗം തന്നെ അങ്ങനെയാണ്. മൻ റഅ മിൻകും മുൻകറൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ അൽ മുൻകർ എന്ന് പ്രയോഗിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേകമായ മുൻകർ എന്ന് ഭാഷാ നിയമപ്രകാരം അതിനെ നമ്മൾ പറയേണ്ടിയിരുന്നു. എന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ റഅ മിൻകും മുൻകറൻ, ഏത് തിന്മയാകട്ടെ എന്നാണ്. അത് തിന്മയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അത് നമ്മൾ എതിർക്കപ്പെടേണ്ട തിന്മയാണ് എന്ന് തിരിച്ചറിയുക. ഈ പറയുന്ന വാചകത്തിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ 4 വാക്കുകൾ ചേർന്നിട്ടുള്ള മൻ റഅ മിൻകും മുൻകറൻ എന്നതിൽ നിന്ന് തന്നെ പണ്ഡിതന്മാർ ഒരുപാട് ഫായിദകൾ പറയുന്നുണ്ട്. അഥവാ നന്മ കൽപ്പിക്കേണ്ട, തിന്മ വിരോധിക്കേണ്ടതിൻ്റെ ആ നിബന്ധനകൾ അവർ ഇതിൽ നിന്ന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു മൻ റഅ മിൻകും മുൻകറൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ ഒന്നാമത്തെ ഷർത്ത് അൻ യകൂനൽ മുൻകറു ഖായിമൻ ലാ മുൻഖദിയൻ. ആ മുൻകർ അവിടെ നിലനിൽക്കണം. അത് കഴിഞ്ഞു പോയതായിട്ട് കാര്യമില്ല. നമ്മൾ തടയണമെങ്കിൽ എന്ത് വേണം? അത് അവിടെ നിലനിൽക്കണം. അല്ല, ഒരാൾ ഒരു ഹറാമ് ചെയ്ത് കഴിഞ്ഞു പോയി, കുറേ കാലം കഴിഞ്ഞു, അപ്പോഴല്ല നമ്മൾ അതിനെ ഈ പറയുന്ന രൂപത്തിൽ, ഇനി ശേഷം പറയാൻ പോകുന്ന രൂപത്തിൽ എതിർക്കേണ്ടത്. അത് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് അവിടെ ഉണ്ടാകേണ്ട കാര്യമുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അവർ പറയുന്നു അൻ യകൂനൽ മുൻകറ മഅലൂം, അറിയപ്പെട്ടിരിക്കണം. എന്താണ് മുൻകർ എന്നുള്ളത് വ്യക്തമായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മുൻകർ എന്നുള്ളത് കൃത്യമായി അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു കാര്യം മുൻകറാണെന്ന് അറിയുക? ഒരു കാര്യം മുൻകറാണെന്ന് അറിയാൻ ചില നിബന്ധനകൾ പണ്ഡിതന്മാർ വേറെയും പറയുന്നുണ്ട്. ഒരു കാര്യം മുൻകറാണെന്ന് അറിയണമെങ്കിൽ ഒന്നാമതായി അവർ പറയുന്നു അൻ യകൂന മുജ്മിഅൻ അലൈഹി, അതിൽ ഇജ്മാ ഉള്ളൊരു വിഷയമായിരിക്കും. ദീനുൽ ഇസ്ലാമിൽ ഒരു കാര്യം ഹറാമാണ് എന്നുള്ളത് ഇജ്മാ ഉള്ള വിഷയമായിരിക്കും. അത് മുൻകറാണ് എന്നുള്ളത് ഉറപ്പിച്ചോളൂ, എനിക്കൊരു സംശയം ആവശ്യമില്ല. ഇപ്പോൾ വ്യഭിചാരം അത് മുൻകറാണെന്നുള്ളത് യാതൊരു സംശയവും ആവശ്യമില്ല. ലഹരി ഉപയോഗിക്കൽ മുൻകറാണെന്നുള്ളതിൽ യാതൊരു സംശയം ആവശ്യമില്ല. ഈ രൂപത്തിലുള്ള മുൻകറാണെന്ന് ഇജ്മാ ഉള്ള വിഷയമാണെങ്കിൽ അത് മുൻകർ തന്നെയാണ്, അതിൽ യാതൊരു സംശയവും ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം പണ്ഡിതന്മാർ പറയുന്നത് അൻ യകൂന മുത്തഫിഖൻ അലൈഹി ബൈന ത്വറഫൈൻ ബൈനൽ മുൻകിരി വൽ മുൻകർ അലൈഹി. ഈ രണ്ട് കൂട്ടർക്കും ഇടയിൽ ഈ വിഷയം ഹറാമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ മസ്അല ഒരു ഗവേഷണത്തിന് സാധ്യതയുള്ള, അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ള വിഷയമായിരിക്കാം. പക്ഷെ എതിർക്കുന്നവരും എതിർക്കപ്പെടുന്നവരും രണ്ടുപേരും ഇത് നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുന്ന ആളാണ് എങ്കിൽ ആ വിഷയം മുൻകറായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇവിടെ പണ്ഡിതന്മാർ ഉദാഹരണം പറയാം. ഒരാൾ മനസ്സിലാക്കുകയാണ് സ്ത്രീ മുഖം മറച്ച് നടക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നൊരാൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് എതിർക്കുന്ന വ്യക്തിയും മുഖം മറക്കണം എന്ന് പറയുന്ന കാര്യം മനസ്സിലാക്കുന്ന ആളാണ്. എന്നാൽ ആദ്യത്തെ ആൾ അയാളുടെ ഭാര്യയെ അല്ലെങ്കിൽ അയാളുടെ കൂടെയുള്ള സ്ത്രീയെ മുഖം മറക്കാത്ത രൂപത്തിലാണ് കൊണ്ടു നടക്കുന്നത്. ഈ വ്യക്തിക്ക് അറിയാം അയാളും അത് വാജിബാണെന്ന് കാണുന്ന ആളാണ്, ഞാനും അത് വാജിബാണെന്ന് കാണുന്ന ആളാണ്. എന്നാൽ ഈ മസ്അലയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഉണ്ട്. മസ്അലയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട്. പക്ഷെ രണ്ടു കൂട്ടരും ഇത് നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുന്നവരാണ് എങ്കിൽ അത് എതിർക്കേണ്ടത് തന്നെയാണ്. കാരണം ഇവന് ആ കാര്യം ഹറാമാണെന്ന് കാണുന്നവനാണ്, പക്ഷെ അതിനെതിരായിട്ടാണ് ഇവനിപ്പോൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് മുൻകറായിട്ട് തന്നെ പരിഗണിക്കണം എന്നാണ് പറയുന്നത്. മൂന്നാമതായി അവർ പറയുന്നത് അയ്യദുല്ല ദലീലുൻ ബാഹിറുൻ അല അന്നഹു മുൻകറുൻ വല യുആരിദുഹു മിസ്ലു. ബാഹ്യമായിട്ട് അത് മുൻകറാണെന്ന് അറിയപ്പെട്ടതാണ്. അതിൽ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും വല യുആരിദുഹു മിസ്ലു, അത് ബലമുള്ളൊരു അഭിപ്രായ വ്യത്യാസമൊന്നുമല്ല. ഇപ്പം ചില മസ്അലകൾ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും, പക്ഷെ വളരെ ദുർബലമായ അഭിപ്രായ വ്യത്യാസമായിരിക്കും അത്. ഏതെങ്കിലുമൊക്കെ കാലത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതന് തെറ്റുപറ്റി അദ്ദേഹം ആ വിഷയത്തിൽ പറഞ്ഞൊരു അഭിപ്രായമായിരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഇങ്ങനെ പറയുന്നത് തെറ്റാണ്. കുല്ലു മസ്അലത്തിൻ ഖിലാഫി അലാ ഇൻകാറ ഫീഹ, ഖിലാഫുള്ള മസ്അലകളിലൊന്നും എതിർക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. മറിച്ച് പറയേണ്ടത് കുല്ലു മസ്അലത്തിൻ ഇജ്തിഹാദിയ ലാ ഇൻകാറ ഫീഹ, ഇജ്തിഹാദിയായ ഗവേഷണത്തിന് സാധ്യതയുള്ള മസ്അലകളിലാണ് എതിർക്കാൻ പാടില്ല എന്ന് പറയുന്നത്. രണ്ടും ഉദാഹരണ സഹിതം മനസ്സിലാക്കി തരാം. ഇപ്പോൾ സംഗീതം എന്ന് പറയുന്ന കാര്യം സഹോദരങ്ങളെ അത് നിഷിദ്ധമാണ്, ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ വിഷയത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഖിലാഫ് ഉണ്ടോ എന്നൊരാൾ പരിശോധിച്ചാൽ അയാൾക്ക് വളരെ നേരിയ ഖിലാഫ് കാണാൻ പറ്റും. ഇബ്നു ഹസ്ം റഹിമഹുള്ളയെ പോലുള്ള ചില ആളുകൾ പഴയ കാലത്ത് ജീവിച്ചവരാണ്. അവരതിൽ ചില പ്രത്യേക ഇനങ്ങളിൽ കുഴപ്പമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കാണാം. അപ്പോൾ ഒരാളത് എടുത്തുകൊണ്ടുകയാണ് ഈ മസ്അലയിൽ ഖിലാഫുണ്ട്, അത് എതിർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം അത് ദുർബലമായ അഭിപ്രായമാണ്. ഇപ്പുറത്ത് ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും ഇജ്മാ കൊണ്ടും സംഗീതം നിഷിദ്ധമാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ അതിനൊരു എതിരായ ഒരു അഭിപ്രായം കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് അത്
എതിർക്കപ്പെടാൻ പറ്റില്ലാത്ത മസ്അലത്തുൽ ഇജ്തിഹാദിയാവുകയില്ല. അതൊരു മസ്അല ഖിലാഫിയാണ്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം പറയാം. പക്ഷേ എല്ലാ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകളും ഇൻകാർ ചെയ്യാൻ പാടില്ലാത്തതല്ല, എതിർക്കപ്പെടാൻ പാടില്ലാത്തതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴാണ് ഒരു കാര്യം അഭിപ്രായ വ്യത്യാസം, ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്, മസ്അലത്തുൽ ഇജ്തിഹാദിയാണെന്ന് പറയുന്നത് എപ്പോഴാണ്? അത് സഹോദരങ്ങളെ, രണ്ടു കൂട്ടർക്കും ഒരേപോലെ തെളിവുകൾ ബലാബലത്തിന് നിൽക്കുമ്പോഴാണ്. ബലാബലമായി തെളിവുകൾ നിൽക്കുമ്പോഴാണ് നമ്മളതിനെ പറയുക. ഒരാളൊരു കാര്യത്തെ വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ എതിരഭിപ്രായമുള്ള ആളുകളെ ഏത് നിലക്ക് കൈകൊണ്ടുപോയി എതിർക്കുക, ഇൻകാർ ചെയ്യുക എന്നുള്ള നിലക്ക് അത് പാടില്ല എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് അവസാനത്തിൽ സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 3 രൂപത്തിലൊരു കാര്യം മുൻകറാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ദീനുൽ ഇസ്ലാമിൽ ഇജ്മാ ഉദ്ധരിക്കപ്പെട്ട വിഷയമാണ്, അതിൽ യാതൊരു സംശയവുമില്ല, ഇജ്മാ ഉദ്ധരിക്കപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം തന്നെയാണ്, പക്ഷേ ഇത് രണ്ടു കൂട്ടരും അത് ഹറാമാണെന്ന് അംഗീകരിക്കുന്നുണ്ട്, എങ്കിൽ അത് എതിർക്കേണ്ടതാണ്. കാരണം അവൻ ഇപ്പോൾ താൽക്കാലികമായി അവൻ്റെ ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ട് അവൻ അതിന് എതിരായി ചെയ്യുകയാണ്. അത് മനസ്സിലാക്കി നീ എന്ത് ചെയ്യണം, ഇതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ലേ എന്ന് പറഞ്ഞതിന് നിസ്സാരമാക്കേണ്ടതില്ല. അവൻ അതിനെതിരായി ചെയ്യുന്നത് കണ്ടാൽ അവൻ അത് എതിർക്കുന്നത് തന്നെ വേണം. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു, അഭിപ്രായ വ്യത്യാസം പേരിനുണ്ടാകും, പക്ഷേ ഒരു നിലക്കും അത് ഇജ്തിഹാദിയായ മസ്അലയാണെന്ന് പറയാൻ സാധിക്കാത്തതായ വളരെ നേരിയ ദുർബലമായ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. അതും പരിഗണിക്കേണ്ടതില്ല എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു നിബന്ധനയായിട്ട്, അടുത്തൊരു കാര്യമായിട്ട്, നാലാമത്തെ കാര്യമായി ഒരു കാര്യം മുൻകറാണെന്ന് പറയാൻ പണ്ഡിതന്മാർ പറയുന്നു. അത് ഒരു കാര്യം മസ്അല ഖിലാഫിയായിരിക്കും, അല്ലെങ്കിൽ ഇജ്തിഹാദിയായ മസ്അലയായിരിക്കും, പക്ഷേ വലിയ നമ്പർ ഇസ്ലാമിക ഭരണകൂടമുള്ള ഒരു സ്ഥലത്ത് വലിയ നമ്പർ ഭരണാധികാരി അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ നിലനിൽക്കുകയില്ല. വലിയ നമ്പർ ഭരണാധികാരി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചായിരിക്കും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടാം. അതനുസരിച്ചിട്ട് ആ കാര്യത്തെ മുൻകറായി പരിഗണിക്കപ്പെടുകയും ചെയ്യും. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് ഇത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഒരു സ്ത്രീ മുഖം തുറക്കുക എന്നുള്ളത് അതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പക്ഷേ ഒരു ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി പറയുകയാണ്, ഈ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ മുഖം മറച്ചു നിൽക്കൽ നിർബന്ധമാണ് എന്ന് ഭരണാധികാരി പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് അവിടെ ഖിലാഫ് ഇല്ലാതായി തീർന്നിരിക്കുന്നു. അവിടെ ഭരണാധികാരി പറഞ്ഞതിനനുസരിച്ചിട്ട് ഇതൊരു മുൻകറായിട്ടാണ് പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് ഭരണാധികാരി ഏൽപ്പിക്കുന്ന ആളുകൾക്ക് ഇത്തരം മുൻകറുകളെ, അല്ലെ ഇസ്ലാമിക രാജ്യത്ത് അതിനു വേണ്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാകും, അവർക്കതിനെ എതിർക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ അഭിപ്രായം എടുത്ത് സ്വീകരിക്കുകയാണ് എന്ന് പറയുന്നത് അതൊരിക്കലും എന്ത് ചെയ്യുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. കാരണം ഭരണാധികാരിയുടെ ഹുക്കും ഇത്തരം വിഷയങ്ങളിൽ ഖിലാഫിനെ ഉയർത്തുന്നതായിരിക്കും എന്ന് ദീനുൽ ഇസ്ലാമിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഈ നാലാലൊരു രൂപത്തിലായിരിക്കും ഒരു കാര്യം മുൻകറാണെന്ന് സ്ഥിരപ്പെടുക. അങ്ങനെ മുൻകറാണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് തടയപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലാക്കണം. അടുത്ത കാര്യമായി, അടുത്ത ഷർത്തായി ഇതിൽ നിന്നും പറയുന്നത് എന്താണ് സഹോദരങ്ങളെ, ഒരു കാര്യം മുൻകറാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, നമുക്കതിനെക്കുറിച്ചിട്ട് അറിവുണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ ആളുകൾക്കും അത് അറിവുണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, നമുക്കതൊരു മുൻകറാണെന്ന് നമ്മൾ ആദ്യം ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമ്മൾ എതിർക്കേണ്ടത്. കാരണം ചില ആളുകൾക്ക് ചില വിഷയത്തെക്കുറിച്ചിട്ട് അറിവുണ്ടാവുകയില്ല. അറിവില്ലാത്ത കാര്യം എന്ത് ചെയ്യും, അവർ പോയി അറിവില്ലാതെ ആ കാര്യത്തെ എതിർക്കുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിൽ അതിൽ യാതൊരു തിന്മയായിട്ട് പരിഗണിക്കാത്ത വിഷയമായിരിക്കും. അതല്ലെങ്കിൽ ചില ആളുകൾ ചില നന്മകൾ പോയി എന്ത് ചെയ്യും, അത് സംസാരിക്കും, പക്ഷേ അത് നന്മയായിരിക്കുകയില്ല. ഒരു വേള ദീനുൽ ഇസ്ലാമിലെ ഏറ്റവും ഗുരുതരമായ തിന്മകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ആദ്യം പറയണം, ഒരാൾക്കൊരു കാര്യം മുൻകറാണെന്ന് അയാൾ തോന്നുന്നത് അയാളുടേതായ ചില കാഴ്ചപ്പാട് അനുസരിച്ചിട്ടാണ്. അത് ദീനുൽ ഇസ്ലാമിൽ അത് മുൻകറാണെന്ന് അറിയാൻ അതിനുള്ളൊരു തെളിവുമില്ല. ഉദാഹരണത്തിന്, ഒരാളൊരു റമദാൻ മാസത്തിൽ ഒരു മസ്ജിദിൽ ഒരാൾ വിത്തറിന് അവിടെ കുനൂത്ത് ഓതുകയാണ്. അത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്, പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരാൾ പറയുകയാണ് ഇത് ബിദ്അത്താണ്, ഇത് മുൻകറാണ് എന്ന് പറഞ്ഞ് എതിർക്കുകയാണെങ്കിൽ അയാൾക്ക് ആ വിഷയത്തിൽ അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇതങ്ങനെ എതിർക്കപ്പെടേണ്ടതായ ഒരു എടുക്കപ്പെടേണ്ടതായ ഒരു വിഷയമാണോ എന്ന് പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതല്ലാതെ അങ്ങനെ പോയി എതിർക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ചില നന്മകൾ, ചിലപ്പോൾ ഹദീസ് വളരെ ദുർബലമായ കെട്ടിയുണ്ടാക്കിയ ഹദീസുകളിലുള്ള വല്ലതുമായിരിക്കും. പക്ഷെ ഇയാൾ നന്മയാണെന്ന് പറഞ്ഞ് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാതെ ആളുകൾ ഉപദേശിക്കാൻ പോവുകയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ വലിയ അപകടമാണ് വിളിച്ചു വരുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് അവൻ്റെ കണ്ണും കാഴ്ചയും എല്ലാം തന്നെ
ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. വല തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് അറിവില്ലാത്ത കാര്യത്തിന്റെ പിന്നാലെ നീ പോകാൻ പാടില്ല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിന്റെ കണ്ണും കാഴ്ചയും ഹൃദയവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നാണ്. അതുകൊണ്ട് ഒരു കാര്യം നിഷിദ്ധമാണെന്ന് പറയാനും നമുക്ക് തെളിവ് വേണം, ഒരു കാര്യം അത് അനുവദനീയമാണ് എന്ന് പറയാനും തെളിവ് വേണം. ഇത് രണ്ടും നമുക്ക് തെളിവ് വേണ്ട കാര്യം തന്നെ. അല്ലെങ്കിൽ ഒരു കാര്യം സുന്നത്താണ് എന്ന് പറയാൻ ഒരാൾക്ക് തെളിവ് വേണം, ഇത് ചെയ്യേണ്ടതുണ്ട്, സൽക്കർമ്മമാണ് എന്ന് പറയാൻ ഒരാൾക്ക് തെളിവ് വേണം. ഒരു കാര്യം ദുനിയാവിൽ നിഷിദ്ധമാണ് എന്ന് പറയാനും ഒരാൾക്ക് തെളിവ് വേണ്ടതുണ്ട്. അത് കൃത്യമായി അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ കാര്യത്തെക്കുറിച്ച് എതിർക്കാൻ. അതുകൊണ്ട് മൻ റഅ മിൻകും മുൻകറൻ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അത് മുൻകറാണ് എന്നുള്ള കാര്യം അവൻ ആദ്യം ഉറപ്പു വരുത്തേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ചില നന്മകൾ തടയുന്നവനായി നീ മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് അത് അറിവോടുകൂടിയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ അർത്ഥം ദീനിലെ മുഴുവൻ അറിവും പഠിച്ചതിന് ശേഷമേ ഈ കാര്യം ചെയ്യാവൂ എന്നല്ല. മറിച്ച് ഏതൊരു നന്മയാണോ നമ്മൾ കൽപ്പിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്കത് നന്മയാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഏതൊരു തിന്മയാണോ നമ്മൾ എതിർക്കുന്നത് അത് തിന്മയാണ് എന്നുള്ളത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യമുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയാണ് നമുക്കതിനെ എതിർക്കാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൽയുഗയ്യിർഹു ബിയദിഹി, അവൻ്റെ കൈ കൊണ്ട് എതിർക്കട്ടെ എന്നാണ് ആദ്യം പറഞ്ഞത്. ഫൽയുഗയ്യിർഹു കൽപ്പനാ സ്വരത്തിലാണ് അവിടുന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇതിൻ്റെ ഹുക്ം എന്താണ്? ഇത് നിർബന്ധമാണ് എന്നാണ്. ഇത് നിർബന്ധമാണ് എന്നാണ് അർത്ഥം. എന്നാൽ അത് എല്ലാവർക്കും നിർബന്ധമാണോ? ഒരു സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ ഒരുപാടുണ്ട്, അതിനെക്കുറിച്ച് എതിർക്കുക എന്നുള്ളത് ഇത് കാണുന്ന മുഴുവൻ ആളുകൾക്കും നിർബന്ധമാണോ? അതല്ല, അതാരെങ്കിലും കുറച്ചു പേർ അതിനെ ഏറ്റെടുത്താൽ മതിയോ? സഹോദരങ്ങളെ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് ഫർദു കിഫായ. ഒരു സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ എതിർക്കപ്പെടുക എന്നുള്ളത് അതെല്ലാവരുടെ മേലും ബാധ്യതയുള്ള കാര്യമല്ല. അതിനുവേണ്ടി ഒരു വിഭാഗം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒന്നോ രണ്ടോ ആളുകൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ ആ കാര്യത്തിൽ നിന്നും അവർ എന്തായി, അതിൻ്റെ പാപഭാരത്തിൽ നിന്നും ഒഴിവാഴി എന്നാണ്. എന്നാൽ ആരും തന്നെ ഒരു സമൂഹത്തിൽ ഒരു തിന്മ ഉണ്ടായിട്ട് ആരും തന്നെ അതിനെതിരെ പ്രതികരിക്കുന്നില്ല, എതിർക്കുന്നില്ല എങ്കിൽ മുഴുവൻ ആളുകൾക്കും, കഴിവുള്ള മുഴുവൻ ആളുകൾക്കും അതിന്മേൽ ശിക്ഷയുണ്ടാകുമെന്നാണ്. കഴിവുള്ള മുഴുവൻ ആളുകൾക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം കഴിവില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എതിർക്കാൻ സാധിക്കുകയില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ചെറിയ കുട്ടികളുണ്ടാകും, അറിവില്ലാത്ത ആളുകളുണ്ടാകും, അവരെ സംബന്ധിച്ചിടത്തോളം കുറ്റമില്ല. പക്ഷെ കഴിവുള്ള ആളുകൾ ഒരുപാടുണ്ട്. എന്നിട്ട് ആരും ആ വിഷയത്തിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, അതെല്ലാവരും കുറ്റക്കാരായിത്തീരും. അതല്ല, കുറച്ചാളുകൾ അതിനു വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മതിയാകുന്നതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഹുക്കം ഫർദു കിഫായ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് എപ്പോഴും അങ്ങനെയല്ല. ചില സാഹചര്യങ്ങളിൽ അത് ഫർദു ഐനാണ്. ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമാകുന്നതായ സാഹചര്യങ്ങളുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, 2 സാഹചര്യങ്ങളിൽ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് അത് ഫർദു ഐനായി ഒരു വ്യക്തിയുടെ മേൽ ബാധ്യതയായി തീരും. ഒന്നാമത്തേത്, ഒരു ഇസ്ലാമിക രാജ്യത്ത് ഭരണാധികാരി ഒരു വ്യക്തിയെ തിന്മ വിരോധിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ മേൽ അത് ബാധ്യതയായി, അയാൾക്കത് ചെയ്യാൻ ബാധ്യതയായി. പിന്നീട് അയാൾക്ക് എനിക്ക് ഉത്തരവാദിത്തമില്ല, അല്ലെങ്കിൽ എന്നെപ്പോലെ എല്ലാവർക്കും ഉണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. അയാളുടെ മേലെ അത് ബാധ്യതയായിത്തീരുന്നു. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിൻ്റെ സമയത്ത് എന്ത് ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്? അവിടെ ഉയർന്നു നിൽക്കുന്ന ഖബറുകൾ മുഴുവനും തട്ടിനിരപ്പാക്കാൻ, ചിത്രങ്ങൾ മുഴുവനും നശിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. അത് ഏൽപ്പിക്കുന്നതോടുകൂടി അത് മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന് നിർബന്ധ ബാധ്യതയാവുകയാണ്. അത് ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഭരണാധികാരി ഒരു വിഭാഗം ആളുകളോട് നിങ്ങളിത് ചെയ്യണം, നിങ്ങളിതിനെ ഈ മുൻകറുകളെ എതിർക്കുക എന്നുള്ളത് നിങ്ങളുടെ മേൽ ബാധ്യതയാണ് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കത് ബാധ്യതയായി എന്നാണ്. രണ്ടാമത്തെ സാഹചര്യം സഹോദരങ്ങളെ, ഓരോരുത്തരെയും അവരുടെ വീടുകളിൽ നടക്കുന്ന തിന്മകളെക്കുറിച്ചിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതിനെക്കുറിച്ചിട്ട് ഉത്തരവാദിത്തമുള്ളവരാണ്. അത് എതിർക്കുക എന്നുള്ളത് ഓരോ ഭരണകർത്താവിനും നിർബന്ധമാണ്. അഥവാ സാമൂഹിക തിന്മകളെക്കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിൽ അതിനുവേണ്ടി 2-3 ആളുകൾ, 1-2 ആളുകൾ ഏറ്റെടുത്താൽ അത് മതിയാകുന്നതായിരിക്കും. പക്ഷെ നിന്റെ വീടിനകത്തുള്ള തിന്മകളെ എതിർക്കാൻ അത് വീട്ടിൻ്റെ ഗൃഹനാഥന് തന്നെ ബാധ്യതയായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലുകും മസ്ഊലുൻ അൻ റഈയതി, കുല്ലുകും മസ്ഊലുൻ അൻ റഈയതി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ റഈയത്തിനെ കുറിച്ച്, ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. കുല്ലുകും റാഇൻ വ മസ്ഊലുൻ അൻ റഈയതി, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ള ആളുകളാണ്, ഭരണമുള്ള ആളുകളാണ്. നിങ്ങളുടെ കീഴിലുള്ള ആളുകളെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനകത്ത് നടക്കുന്ന തിന്മകളെക്കുറിച്ച് ആ വീട് നോക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ബാധ്യതയുണ്ട് എന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ വീടുകളിൽ ഭാര്യ അവർ തോന്നിയതുപോലെ ജീവിക്കുക, മക്കൾ തോന്നിയതുപോലെ ജീവിക്കുക,
നിന്റെ ചെലവിന് കഴിയുന്ന ആളുകളൊക്കെ തോന്നിയതുപോലെ ജീവിക്കുക എന്നുള്ളത് അത് അനുവദിക്കാൻ നിനക്ക് പാടില്ലാത്ത കാര്യമാണ്. അത് എതിർക്കേണ്ടതുണ്ട്. അതിൻ്റെ തോതനുസരിച്ചുകൊണ്ട്, തിന്മയുടെ തോതനുസരിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ എതിർക്കാൻ വേണ്ടി നീ പരിശ്രമിക്കേണ്ടതുണ്ട്. അതല്ലാതെ ഞാൻ ചെയ്യുന്നില്ല, ഞാനതൊന്നും ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ കാര്യമൊക്കെ ക്ലിയറാണ്, ഞാൻ ആ പറയുന്ന കാര്യങ്ങളൊന്നും ഞാനില്ല, അത് അവരവരെ പാടായി എന്ന് പറഞ്ഞ് കൈ കഴുകാൻ അത് പാടില്ലാത്ത കാര്യമാണ്. അത് ഓരോരുത്തർക്കും ബാധ്യതയായിട്ടുള്ള കാര്യമാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഫൽയുഗയ്യിർഹു ബിയദിഹി, അവൻ്റെ കൈ കൊണ്ട് തടയട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ പദവി, കൈ കൊണ്ട് തടയുക എന്നുള്ളത്. എന്നാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ദഖീഖായിട്ടുള്ള ഫായിദ, വളരെ സൂക്ഷ്മമായിട്ടുള്ള ഇതിൽ നിന്നും കിട്ടുന്ന ഒരു ഫായിദ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ അദ്ദേഹം പറയാം, കൈകൊണ്ട് തടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കൈകൊണ്ട് തന്നെ പോയി തടുക്കുക എന്നുള്ളത് അങ്ങനെ നിയമമില്ല. മറിച്ച് ആരാണോ തിന്മ ചെയ്യുന്നത് അവനെ കൊണ്ട് തന്നെ, അവൻ്റെ കൈ കൊണ്ട് തന്നെ ആ ഹറാമിനെ അവിടുന്ന് നീക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ കൈ കൊണ്ട് ചെയ്തവൻ്റെ അതേ പ്രതിഫലം തന്നെ നിനക്ക് ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് അദ്ദേഹം പറയാം, ഒരാളൊരു ലഹരി കുടിക്കുകയാണ്, ഒരു മദ്യം കുടിക്കുകയാണ്. അപ്പോൾ നീ കാണുകയാണ്, അറിയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ അങ്ങനെ കാണുകയാണ്, അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മുസ്ലിമായ സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുള്ള കാര്യമാണ് മദ്യം കുടിക്കുക എന്നുള്ളത്. മദ്യം കുടിക്കുന്നതും ഒഴിച്ചു കൊടുക്കുന്നതും അത് വഹിക്കുന്നതും എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. അത്രയും ഗുരുതരമായ കാര്യമാണ് എന്ന മദ്യത്തിൻ്റെ ആ അപകടത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അത് നീ ഒഴിച്ചു കളയണം, നീ തൗബ ചെയ്യണം എന്ന് വളരെ കൃത്യമായി അവന് പറഞ്ഞു കൊടുക്കുക. അവൻ്റെ കൈ കൊണ്ട് തന്നെ ആ മദ്യക്കുപ്പി കളയുകയാണ്, അതല്ലെങ്കിൽ ആ മദ്യം ഒഴിച്ചു കളയുകയാണ്. ഇങ്ങനെ ചെയ്താൽ നീ കൈകൊണ്ട് ചെയ്തവനെ പോലെ ആയി എന്നാണ് പറയുന്നത്. അപ്പം ഏതൊരു തിന്മയും നമ്മുടെ കൈകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈക്ക് കയറി പിടിക്കുക എന്നുള്ളതല്ല ഒന്നാമത്തെ പദവി. മറിച്ച് നമുക്ക് അധികാരമില്ലാത്ത ഒരു സ്ഥലത്താണെങ്കിൽ, അല്ലേ, അധികാരമില്ലാത്ത സ്ഥലത്താണെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാം. ആ ചെയ്യുന്ന മുൻകർ ചെയ്യുന്ന വ്യക്തിയെ കൊണ്ട് തന്നെ, അവൻ്റെ കൈ കൊണ്ട് തന്നെ ആ തിന്മയെ ഇല്ലാതാക്കാം. അല്ലെ, ഒരാൾ സിഗരറ്റ് വലിക്കുന്നത് കണ്ടാൽ പറഞ്ഞു കൊടുക്കുക, ഇത് സ്വന്തത്തിന് മറ്റുള്ളവർക്കൊക്കെ ഉപദ്രവമുണ്ടാക്കുന്ന ധൂർത്താണ്, അതേപോലെ തന്നെ ലഹരിയാണിത്, ഇത് പാടില്ലാത്തതാണ്, ഒരുപാട് തെളിവുകൾ കൊണ്ട് ദീനിൽ ഇത് നിഷിദ്ധമാണ് എന്ന രൂപത്തിൽ ആ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കുക. അവനെ കൊണ്ട് തന്നെ അത് ഉടച്ചു കളയാൻ പറയുക, അത് ഒഴിവാക്കി കളയാൻ പറയുക. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഒരു വ്യക്തിയുടെ കൈ കൊണ്ട് നമുക്ക് പറഞ്ഞ് ചെയ്യാൻ സാധിച്ചാൽ നമ്മളത് കൈകൊണ്ട് എതിർത്തതിന് തുല്യമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ നമുക്ക് കൈകൊണ്ട് നേരെ എതിർക്കാൻ പറ്റുന്നത് എവിടെ മാത്രമാണ്? നമ്മുടെ സുൽത്താൻ, നമ്മുടെ അധികാര പരിധിയിൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ നടക്കുകയാണെങ്കിൽ ഒരാൾ സംഗീതം വെക്കുകയാണ്, ആ രൂപത്തിലാണ് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് പോയി അത് ഓഫാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, കൈകൊണ്ട് തടയുക എന്ന് പറയുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് എല്ലായിടത്തും പോയി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പം നമ്മുടെ അയൽവാസി ഒച്ചത്തിൽ സംഗീതം വെക്കുകയാണ്, നമുക്ക് എന്താ അവിടെ ചെയ്യാൻ പറ്റുക? നേരെ അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ ആ മ്യൂസിക്കിൻ്റെ ആ പെട്ടി അത് നമുക്ക് പൊട്ടിക്കാൻ പറ്റുകയില്ല, അത് നമുക്ക് അനുവാദമില്ല, അവൻ്റെ വീടാണത്. നമുക്ക് അവനോട് പറയാം, സഹോദര, ഇത് നിഷിദ്ധമായ കാര്യമാണ്, നീയോ ഇത് കേൾക്കുന്നു, എന്നിട്ട് ആ നിഷിദ്ധം നമ്മളെ കൂടി കേൾപ്പിക്കും, നമുക്ക് പ്രയാസം ഉണ്ടാക്കുകയാണ്, നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, നീ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അത് നീ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇനി നിനക്ക് അത് മതിയാകാതെ വരികയാണെങ്കിൽ നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. നാവ് കൊണ്ട് എതിർക്കാനേ അവിടെ സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രയാസമാണോ എന്നുള്ള നാവ് കൊണ്ട് അവൻ എതിർത്ത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് സാധിക്കുകയുള്ളൂ. അതല്ലാതെ നമുക്ക് അവൻ്റെ അധികാര പരിധിയിലേക്ക് കയറാൻ പറ്റുകയില്ല. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി വേറൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. ഒരു വ്യക്തി, ഒരു മുസ്ലിമായ വ്യക്തി നായ വളർത്തുകയാണ്. നായ വളർത്താൻ ചില പ്രത്യേക സാഹചര്യങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതുണ്ട്. അതൊന്നുമില്ല, കൃഷിക്ക് വേണ്ടിയിട്ടോ കാവലിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല, വെറുതെ ഒരു മോഡേൺ സ്റ്റൈലായിട്ട് നായയൊക്കെ വാങ്ങി വളർത്തി വീട്ടിലേക്ക് കയറ്റി വളർത്തുകയാണ്. അത് തെറ്റാണ്. നമുക്കൊരിക്കലും നായക്ക് കൊണ്ടുപോയി വിഷം കൊടുക്കാൻ പറ്റും? പാടില്ല. ദീനുൽ ഇസ്ലാം അങ്ങനെ മറ്റൊരുത്തൻ്റെ അധികാര പരിധിയിൽ പോയി അങ്ങനെ കൈകടത്താൻ അനുവാദം നൽകുന്നില്ല. തിന്മയാണെങ്കിൽ കൂടി അവിടെ നമുക്ക് സാധിക്കുന്ന രീതി എന്ന് പറയുന്നത് രണ്ടാമത്തെ മർത്തബം മാത്രമാണ്. നമുക്ക് അതേ പറ്റുള്ളൂ. അങ്ങോട്ട് പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓരോ ദിവസവും ഒരു ഖീറാത്ത് പ്രതിഫലം കുറയുന്ന കാര്യമാണിത്. നീ ഉണ്ടാക്കുന്ന സൽക്കർമ്മങ്ങൾ മുഴുവനും ഇല്ലാതാക്കി കളയുന്നതിൻ്റെ അമലുകളെ തുടച്ചു നീക്കുന്ന കാര്യമാണ് ഇത്തരം നിഷിദ്ധങ്ങൾ. അത് ചെയ്യാൻ പാടില്ല, അതവർ പറഞ്ഞു കൊടുക്കാം. എന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ കൈകൊണ്ടുപോയി നമുക്ക് അതിനെ കൊല്ലുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാനോ അയച്ചുവിടാനോ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കൈകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം അവൻ്റെ കൈകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ പറയുക. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ അധികാര പരിധിയിലുള്ള ഒരു സ്ഥലത്ത് മാത്രമാണ്. മുസ്ലിം ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം അവിടെ ഫസാദ് ഭയക്കുകയില്ല. കാരണം ഭരണാധികാരിക്ക് ഭരണമുണ്ട്, കഴിവുണ്ട്.
അയാൾക്ക് അതിനുള്ള അധികാരമുണ്ട്, അയാൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് പോയി ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കൈകൊണ്ട് തടയുക എന്നുള്ളത് അത് സാധിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ പദവി പറയുകയാണ് ഫൈൻ ലം യസ്തതി ഫബിലിസാനി. ഇനി അവന് സാധിച്ചില്ലെങ്കിൽ അവൻ്റെ നാവ് കൊണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു സാധിക്കാതിരിക്കുക എന്ന് പറയുന്നത് 3 രൂപത്തിൽ സാധിക്കാതിരിക്കാം. ഒന്ന്, തടി കൊണ്ട് സാധിക്കാതിരിക്കുക, അവൻ്റെ ശരീരം കൊണ്ടാണ് സാധിക്കാതിരിക്കും. അപ്പോൾ ചില വലിയ തിന്മ ചെയ്യുന്ന ഒരു തടിമാടനായിട്ടുള്ള ഒരാൾ ഒരു തിന്മ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയാളെ ഒരിക്കലും കൈകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, എതിർക്കാൻ പറ്റൂല. നമ്മൾ പോയി എതിർക്കാൻ പോയി കഴിഞ്ഞാൽ, അതിനെ തടയാൻ പോയി കഴിഞ്ഞാൽ അയാൾ നമ്മൾ ആക്രമിക്കുകയായിരിക്കും, നമ്മളെ പ്രയാസപ്പെടുത്തുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ഒരിക്കലും തടുക്കാൻ പറ്റാത്ത ചില ആളുകൾ ഉണ്ടായേക്കാം. രണ്ടാമത്തേത് അവസ്ഥ കൊണ്ട്, അഥവാ ഇത് നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു ഉപദ്രവം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനേക്കാളും വലിയൊരു ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിലും നമുക്ക് എതിർക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പിന്നീട് വരുന്നുണ്ട്. അപ്പോഴും നമുക്ക് എതിർക്കാൻ പാടില്ലാത്ത കാര്യമാണ്. മൂന്നാമത്, ശരീഅത്ത് ചില സമയത്ത് തെറ്റുകളെ കൈകൊണ്ട് എതിർത്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നമുക്ക് പാടില്ല. ഉദാഹരണം, മുസ്ലിം ഭരണാധികാരി ഒരു കാര്യം, ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൈകൊണ്ട് പോയി എതിർക്കുക എന്നുള്ളത് അവിടെ പാടില്ലാത്ത കാര്യമാണ്. അവിടെ കൈകൊണ്ട് എതിർക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ശരീഅത്തിൽ അതിന് വിലക്കുണ്ട്. അയാളോട് നേരിട്ട് പോയി പറയാൻ പറ്റുന്ന ആളുകൾക്ക് സംസാരിക്കുക എന്നുള്ളതല്ലാതെ കൈകൊണ്ട് തടയുക എന്നുള്ളത് ഒരിക്കലും സാധിക്കുന്ന കാര്യമേ അല്ല. ഈ 3 നിലക്കും സഹോദരങ്ങളെ ഇസ്തിതാഅത്തില്ലാതെ വരാം, കഴിവില്ലാതെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫൈൻ ലം യസ്തതി ഫബിലിസാനിഹി, അവനവൻ്റെ നാവ് കൊണ്ട് എതിർക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നാവ് കൊണ്ട് എതിർക്കുക എന്ന് പറഞ്ഞാൽ അത് രഹസ്യമായി എതിർക്കേണ്ടതുണ്ട്, പരസ്യമായി എതിർക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വളരെ നൈർമല്യത്തോടു കൂടി എതിർക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ശക്തമായ ഭാഷയിൽ എതിർക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രഹസ്യമായ രഹസ്യമായി ഏറ്റവും നൈർമല്യത്തോടു കൂടി വളരെ പതുക്കെ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. നാവ് കൊണ്ട് പറയാന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ നമ്മൾ ബാധ്യത തീർക്കുക എന്നുള്ളതല്ല. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അതൊക്കെ ഒഴിവാക്കണോ, ആ രൂപത്തിൽ ഒരാളെ പരിഹസിച്ചിട്ടോ അതല്ലെങ്കിൽ ആക്ഷേപിച്ചിട്ടോ അല്ലെങ്കിൽ അവന് കൂടുതൽ വെറുപ്പുണ്ടാകുന്ന, ദേഷ്യമുണ്ടാകുന്ന സ്വരത്തിൽ പറഞ്ഞിട്ടോ അല്ല നമ്മളത് ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് രഹസ്യമായി അവനെ വിളിച്ചുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. വഖൂലാ ലഹു ഖൗലൻ ലയ്യിന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഫിർഔനിൻ്റെ അടുക്കലേക്ക് പോയി അവനോട് സംസാരിക്കാൻ പറഞ്ഞ വാചക മകനെ വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, ലയ്യിനായ വളരെ സോഫ്റ്റായിട്ട് മൃദുവായിട്ട്. കാരണം ലോകം കണ്ട ധിക്കാരിയാണ് ഫിർഔൻ. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഖൗലൻ ലയ്യിന, വളരെ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആളുകൾ സ്വീകരിക്കാനുള്ള സാധ്യത കൂടുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരാൾക്ക് നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കലാണ്. അതുകൊണ്ട് തന്നെ അയാൾ സ്വീകരിക്കാൻ സാധ്യതയുള്ള രൂപത്തിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഇതിന് വിരുദ്ധമായിക്കൊണ്ട് ചിലപ്പോൾ പരസ്യമായി ചില തിന്മകൾ എതിർക്കേണ്ടി വരുന്നതായിരിക്കും. ഉദാഹരണത്തിന് പണ്ഡിതന്മാർ പറയാണ്, ഒരു തിന്മ പരസ്യമായി നാട് നീളെ ഒരാൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അയാൾ ആ തിന്മ ചെയ്യുന്നു, അയാൾ അത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഏറ്റവും ഗുരുതരമായ തിന്മയാണ് ഷിർക്കുകളും ബിദ്അത്തുകളും ഒക്കെ. പിന്നീട് അങ്ങനെ പരസ്യമായി ചെയ്യുന്ന മഅസിയത്തുകൾ ഒരാൾ രഹസ്യമായി ചെയ്യുന്നതല്ല, അത് പരസ്യമായി ചെയ്യുകയാണ്. ഇയാളിങ്ങനെ പരസ്യമായി ചെയ്യുകയും ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയും വഴി ഒരുപാട് ജനങ്ങൾ എന്ത് ചെയ്യാണ്, ഈ ഒരു അപകടത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ വെറുതെ രഹസ്യമായി അയാളുടെ ചെവിയിൽ പോയി പറയുക എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല. കാരണം തിന്മ പ്രചരിച്ചു കഴിഞ്ഞു, ആളുകൾക്കിടയിൽ ആ തിന്മ പ്രചരിച്ചു കഴിഞ്ഞു, ഒരു ബിദ്അത്ത് പ്രചരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ഷിർക്കിൻ്റെ വാദം പ്രചരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ പുതുതായിട്ടൊരു മഅസിയത്ത് ആളുകൾക്കിടയിൽ പല രൂപത്തിൽ ഭംഗിയാക്കിയിട്ട് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇവനോട് മാത്രം രഹസ്യമായി മാത്രമേ പോകാൻ പാടുള്ളൂ എന്നല്ല, അതുകൊണ്ട് യാതൊരു കാര്യമില്ല. അത് പരസ്യമായിട്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെ കൃത്യമായി ഇവനെ താക്കീത് ചെയ്തുകൊണ്ട് മറുപടി പറയേണ്ടതാണ്. നോക്കൂ സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാം ഇതെല്ലാം കൃത്യമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചെയ്യുന്നത്. നേരത്തെ ഒരു വ്യക്തിയുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയാളൊരു തെറ്റുകാരനായിട്ട് പോലും അയാളോട് രഹസ്യമായിട്ട് അടുത്തുപോയി പറയാൻ പറയുന്നത്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരുപാട് മുസ്ലിമീങ്ങളെ അപകടത്തിൽപ്പെടുത്തുന്ന കാര്യമാണ് ഇവൻ പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇവൻ്റെ ചെറിയ അഭിമാനത്തിന് വേണ്ടിയിട്ട് ഇത്രയും മുസ്ലിമീങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകുക എന്നുള്ളത് പാടില്ല. അതുകൊണ്ട് വലിയ ഉപദ്രവത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവനെ
ഒന്ന് വഷളാക്കുക എന്നുള്ളത് അത് എന്തല്ല, വഷളാക്കുക എന്ന് പറഞ്ഞാൽ വഷളാക്കി ഉദ്ദേശിക്കുക എന്നുള്ളതല്ല. നമ്മൾ നല്ല നിലക്ക് തന്നെയാണ് പറയുള്ളൂ. പക്ഷേ പരസ്യമായി പറയേണ്ടി വരും, ഇന്നയാൾ പറഞ്ഞ ഈ വാദം തെറ്റാണ്, ഇയാൾ പറഞ്ഞ ഈ കാര്യം ഗൗരവമുള്ളതാണ്, അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അയാൾക്കൊരു പ്രയാസം സ്വാഭാവികമായിട്ടുണ്ടാകും, യാതൊരു സംശയമില്ല. പക്ഷേ ഇത് വകവെക്കേണ്ടതില്ല. കാരണം ഇപ്പുറത്ത് നൂറുകണക്കിന്, ചിലപ്പോൾ ആയിരക്കണക്കിന്, ഇന്ന് സോഷ്യൽ മീഡിയയുടെ അവസ്ഥ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ വഴികേടിലേക്ക് പോകുന്നുണ്ടാകും. അപ്പോൾ അത്തരക്കാർ മറുപടി നൽകപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈൽ ലം യസ്തതി ഫബിലിസാനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം അത് രഹസ്യമായി പതുക്കെ അടുത്തുപോയി പറയുക എന്നുള്ളതാണെങ്കിലും ചില സ്ഥലങ്ങളിൽ അതെന്ത് ചെയ്യേണ്ടി വരും, ആ തിന്മയുടെ ഗൗരവം അനുസരിച്ച് അത് കണിശതയോടുകൂടി, അതേപോലെ ചിലപ്പോൾ പരസ്യമായിട്ടൊക്കെ അത് എതിർക്കേണ്ടി വരും എന്ന് പണ്ഡിതന്മാർ പറയാൻ. എന്നാൽ 3 വിഭാഗം ആളുകൾ ഒരിക്കലും തന്നെ പരസ്യമായി എതിർക്കപ്പെടാൻ പാടില്ല എന്നാണ്. 3 വിഭാഗം ആളുകൾ ഒരിക്കലും പരസ്യമായി എതിർക്കപ്പെടാൻ പാടില്ല. പണ്ഡിതന്മാർ പറയുന്നു, ഒന്നാമത്തത് മുസ്ലിം ഭരണാധികാരിയാണ്. മുസ്ലിം ഭരണാധികാരി ഒരിക്കലും പരസ്യമായി എതിർക്കപ്പെടുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അത് ബുദ്ധിപരമായി ചിന്തിച്ചാലും ശരി, ശരീഅത്തിന്റെ നിയമങ്ങൾ പരിശോധിച്ചാലും ശരി, നമുക്കത് ബോധ്യപ്പെടുന്നതാണ്. കാരണം ഒരു മുസ്ലിം ഭരണാധികാരിയുടെ തിന്മ നമ്മൾ പരസ്യമായി എതിർക്കാൻ തുടങ്ങിയാൽ എന്താണ് സംഭവിക്കുക? ഫലത്തിൽ ആളുകൾക്ക് അയാളോടൊരു അവമതിപ്പുണ്ടാകുന്നതായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ഇയാളുടെ നിയമങ്ങൾ അനുസരിക്കുന്നത് ആളുകൾ കാറ്റിൽ പറത്താൻ തുടങ്ങും. അത് പിന്നീട് ഉണ്ടാകുന്നത് നാട്ടിൽ വലിയ രീതിയിലുള്ള ഭവിഷ്യത്ത് ഉണ്ടാകുന്നതായിരിക്കും, അപകടങ്ങൾ ഉണ്ടാകും. ഭരണാധികാരി പറയുന്നു ആരും നിയമങ്ങൾ പാലിക്കുന്നില്ല, ഭരണാധികാരിയുടെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെ ആരും പാലിക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, ഓരോരുത്തരും തോന്നിയതുപോലെ ജീവിക്കും. അത് വലിയ രീതിയിൽ പ്രയാസങ്ങൾ നാട്ടിലുണ്ടാകും. അതേപോലെ ഭരണാധികാരിയുടെ അക്രമം വർദ്ധിക്കാനുള്ള കാരണമുണ്ടാകാം. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങൾ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻകാനത്ത് ഇൻദഹു നസീഹത്തുൻ ലിദി സുൽത്താൻ, ആർക്കെങ്കിലും ഭരണാധികാരിയോട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശം കൊടുക്കാനുണ്ടെങ്കിൽ ഫലാ യുകല്ലിമുഹു അലാനിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പരസ്യമാക്കി അത് പറയാൻ പാടില്ല. വല്യഖുദ് ബിയദിഹി, നീ പോയി അയാളുടെ കൈ പിടിക്കുക. വല്യുകല്ലിമുഹു ഖുഫിയതൻ, രഹസ്യമായി പറയുക. ഫൈൻ ഖബില മിൻഹു ഫദഅക, ഭരണാധികാരി സ്വീകരിക്കുകയാണെങ്കിൽ നിനക്കതുകൊണ്ട് നീ നിന്റെ കാര്യം നിർവഹിച്ചിട്ടുണ്ട്. വൈല്ലാ ഫഖദ് ഫഅലല്ലദി അലൈഹി, അതല്ല എങ്കിൽ നീ അയാൾ സ്വീകരിച്ചാൽ നിനക്ക് അൽഹംദുലില്ലാ, അയാൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ കാര്യം അത് നിർവഹിച്ചിട്ടുണ്ട്, നിനക്ക് വേറൊന്നതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യേണ്ടതില്ല. ഞാൻ പറഞ്ഞു എന്നിട്ട് കേട്ടിട്ടില്ല എന്ന് പരസ്യമായി അത് പറയേണ്ടതില്ല. നിനക്കുള്ള ബാധ്യത ദീനുൽ ഇസ്ലാം, നിന്റെ മേലുള്ള ബാധ്യത, ഇസ്ലാമിക ബാധ്യത, അത് ഭരണാധികാരിയെ അടുത്തിരുത്തിക്കൊണ്ട് രഹസ്യമായി ഉപദേശിക്കുക എന്നുള്ളതാണ്. ഇതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇസ്ലാമിക ഭരണാധികാരി ഒരിക്കലും തന്നെ പരസ്യമായി എതിർക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഹൈബത്ത്, ഗാംഭീര്യം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അത് നഷ്ടപ്പെട്ടു പോയാൽ മുസ്ലിം ഉമ്മത്തിന്, കെട്ടുറപ്പിന് വലിയ രീതിയിൽ അവരുടെ അഭിമാനവും അതേപോലെ തന്നെ നിർഭയത്വവും ഒക്കെ പിച്ചു ചീന്തപ്പെടാൻ സാധ്യതയുള്ള കാര്യമാണ്. അത് സമീപകാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറയുന്നത് അത് മാതാപിതാക്കളാണ്. പ്രത്യേകിച്ച് ഉപ്പയുടെ വിഷയമാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഉപ്പാക്കൊരു വിഷയത്തിൽ തെറ്റുപറ്റി, ഇതൊരിക്കലും തന്നെ പരസ്യമായി എതിർക്കപ്പെടുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അത് രഹസ്യമായി മാത്രമേ എതിർക്കാൻ പാടുള്ളൂ. കാരണം ഉപ്പാക്ക് പറ്റിയ തെറ്റുകൾ പരസ്യമായി എതിർക്കപ്പെട്ടാൽ ബാക്കിയുള്ള മക്കളുണ്ട്, മക്കൾ ഉപ്പയെ അനുസരിക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യും? അവരനുസരിക്കുകയില്ല. അവർ പിന്നീട് ഉപ്പയെ അനുസരിക്കാതെ അവർ വഴിപഴിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാപ്പ അല്ലെങ്കിൽ ഉപ്പ വലിയ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, അഥവാ ഉപ്പയാണ് അവരെടുത്ത് പറയുന്നത്, അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അപവാദങ്ങളോ അബദ്ധങ്ങളോ ഉണ്ടെങ്കിൽ അത് നേർക്ക് നേരെ പറയുക എന്നുള്ളതാണ് അവിടെ വേണ്ടത്. മൂന്നാമത്തേത് ആലിമാണ്. വലിയ നിലയും വിലയുള്ള അഹ്ലുസുന്നത്തിൻ്റെ ഒരു ആലിം. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ ഒരു അബദ്ധം സംഭവിച്ചാൽ, വിദഅത്തുകളല്ല, അദ്ദേഹത്തിൻ്റെ രഹസ്യമായിട്ടുള്ള വല്ല അബദ്ധങ്ങളുമാണെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് പോയി കാര്യങ്ങൾ പറയുക. പരസ്യമായി എതിർക്കാൻ പാടില്ലാത്തതാണ്. കാരണം അദ്ദേഹത്തെ പരസ്യമായി എതിർക്കുക എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്നും ആളുകൾ അകറ്റപ്പെടാനും ആളുകൾ ദലാലത്തിലേക്ക് എത്തിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം ഈ വ്യക്തിക്ക് സംഭവിച്ച പാപത്തിൽ ഒരു പക്ഷേ അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാകാം. പക്ഷെ അത് പരസ്യമായി അറിയിക്കുക വഴി ഒരുപാട് സമൂഹത്തിന് ദൂരവ്യാപകമായ ഒരുപാട് അപകടങ്ങൾ അതിലുണ്ടാകും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഈ 3 വിഭാഗം ആളുകളെ ഒരിക്കലും പരസ്യമായി എതിർക്കപ്പെടാൻ പാടില്ല എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, അതല്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കൈ കൊണ്ട് എതിർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ നാവ് കൊണ്ട് പറയുക. അതിൻ്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു. ഫൈലം യസ്തതി, ഒരാൾക്ക് ഇനി കൈ കൊണ്ടും എതിർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫബിഖൽബിഹി, അവനവൻ്റെ നാവ് കൊണ്ട് എതിർക്കട്ടെ
എന്നാണ് അവൻ്റെ കൽബ് കൊണ്ട് എതിർക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്താണ് കൽബ് കൊണ്ട് എതിർക്കുക എന്ന് പറയുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു 3 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. നീ കൽബ് കൊണ്ട് എതിർത്തു എന്നുള്ളതിന് അത് ആ ദുർബലമായ ഈമാനിൻ്റെ അവസ്ഥ നിനക്ക് ബാക്കി നിൽക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നിനക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അൻ യക്റഹൽ മുൻകർ, ഒന്നാമത് ആ തിന്മയെ നീ വെറുക്കേണ്ടതുണ്ട്. തിന്മയോടൊരു സ്നേഹം ഉണ്ടാവുക അതൊരിക്കലും പാടില്ല. ആ തിന്മയെ വെറുക്കേണ്ടതുണ്ട്, അടിസ്ഥാനപരമായി തിന്മയെ വെറുക്കണം. 2, വയ്യക്ര ഉക്കുവാകും, അതവിടെ സംഭവിക്കുന്നത് നീ വെറുക്കണം. ഒരാളൊരു മദ്യപിക്കുന്ന കാര്യം, ആ മദ്യം എന്ന് പറയുന്ന കാര്യത്തിനോട് നിനക്ക് വെറുപ്പുണ്ടാകണം. ആ വ്യക്തി അവിടെ മദ്യപിച്ച് അവിടെ ഇരിക്കുക എന്നുള്ള ആ പ്രവൃത്തിയോട് നിനക്ക് വെറുപ്പുണ്ടാകണം. ആ സാധനം നിനക്ക് വെറുക്കണം, അവിടെ സംഭവിക്കുന്നത് വെറുക്കണം. മൂന്നാമത്തത് അവർ പറയുന്നു നിനക്ക് അവിടെ നിന്ന് എണീറ്റ് പോരാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നീ എണീറ്റ് തന്നെ പോകണം. എണീറ്റ് പോകാൻ പറ്റാന്ന് പറഞ്ഞാൽ നിനക്ക് തോന്നിയിട്ടില്ല എന്നല്ല, എണീറ്റ് പോകാൻ നിനക്ക് സാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നീ എണീറ്റ് പോകണം. എല്ലായിടത്തും ചിലപ്പോൾ എണീറ്റ് പോകില്ല. ഒരു ഫ്ലൈറ്റിൽ ഒരു മുൻകർ നടന്നാൽ നമുക്ക് അവിടെ ചിലപ്പോൾ എണീറ്റ് പോകാൻ സാധിക്കണം എന്നില്ല, അല്ലേ? എന്നാൽ ഒരു കല്യാണ വീട്ടിൽ ഒരു ഹറാമുകൾ പരസ്യമായി നടക്കുകയാണെങ്കിൽ ഒരാൾക്ക് അവിടെ നിന്ന് എണീറ്റ് പോകാം, അവിടെ ഇരിക്കേണ്ട ബാധ്യതയില്ല. ഹറാമുകൾ നടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാം. അപ്പോൾ ഒരാൾക്ക് എഴുന്നേറ്റ് പോകാൻ സാധിക്കുമെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയും വേണം. ഈ 3 കാര്യങ്ങളും അവൻ ചെയ്യേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങളും അവൻ ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, കൽബ് കൊണ്ട് വെറുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും ഫർദ് ഐനാണ്. ഇപ്പം നാവ് കൊണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യുക, ചില സ്ഥലത്ത് പറയാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ കുറ്റക്കാരനല്ല. കാരണം എല്ലാവരുടെ ഈമാൻ അത്ര ശക്തമായ ഈമാനൊന്നായിരിക്കില്ല. ചില ആളുകൾക്ക് പറയാൻ സാധിക്കില്ല, അവരുടെ പേടി. ഇതൊക്കെ എന്ത് ചെയ്യും, അവർ ചിലപ്പോൾ ചില കാര്യങ്ങളും തടയും. ഖൈറുകളിൽ നിന്നുള്ള തടയുന്ന പേടിയാണത്. ആ പേടി ഒരാൾക്ക് ഉണ്ടാകേണ്ടതില്ല. എന്നിരുന്നാലും ശരി, അയാൾ അത് മനസ്സുകൊണ്ട് വെറുത്തിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകുന്നതായിരിക്കും. മനസ്സുകൊണ്ട് വെറുക്കുക എന്നുള്ളത് എല്ലാവരുടെ മേലും ബാധ്യതയാണ്. കാരണം ആരെയും പേടിക്കാനുള്ളത് ഒരു തിന്മയെ വെറുക്കാൻ വേണ്ടി ആരെയും പേടിക്കാനില്ല. ആ തിന്മ അവിടെ സംഭവിക്കുന്നവൻ വെറുക്കണം. തിന്മ ഉണ്ടാകണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഗൗരവമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഒരു തിന്മ ഒരു സ്ഥലത്ത് ഉണ്ടാകുന്നതിനോട് യാതൊരു പ്രയാസമില്ല. നമ്മളറിയാം, ഇവിടെ അടുത്തൊരു വലിയ തോന്നിവാസം നടക്കാൻ പോവാൻ, വളാഞ്ചേരി ടൗണിൽ ഒരുപാട് ഹറാമുകൾ നടക്കാൻ പോകുന്ന വലിയൊരു സംഗീത പരിപാടി നടക്കാൻ പോവാൻ. നമുക്ക് എന്തായാലും പോയി ഇപ്പോൾ കൈകൊണ്ട് എടുത്ത് മാറ്റാനൊന്നും സാധിക്കുകയില്ല. നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ചിലപ്പോൾ ഉണ്ടാവുകയില്ല. അതിന് വേണ്ടപ്പെട്ട അറിയുന്ന ആളുകൾക്ക് ചിലപ്പോൾ പറ്റും, അല്ല അധികാരം മറ്റൊക്കെയുള്ള ആളുകൾ ചിലപ്പോൾ പറ്റിയേക്കാം. നമുക്ക് പിന്നെയുള്ള വഴി ആ കാര്യം, ഒരു സംഗീതത്തെ വെറുക്കുക. അത് നമ്മൾ അങ്ങാടിയിൽ ഉണ്ടാകുന്നതിന് അതിനെക്കുറിച്ച് നമ്മൾ വെറുക്കുക. ഒരിക്കലും നമ്മൾ അവിടെ പോയി ഇരിക്കാൻ പാടില്ല, അല്ലേ? നമ്മളെങ്ങാനും ഉള്ള സമയത്താണ് അവിടെ നടക്കുന്നത്, അവിടെ നിന്ന് എണീറ്റ് പോരണം, ആ ഭാഗത്ത് പോയി ഇരിക്കാൻ പാടില്ല. ഈ 3 കാര്യങ്ങളും ഒരാൾ കൽബ് കൊണ്ട് വെറുക്കുക എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നതാണ്. അതല്ലാതെ കൽബ് കൊണ്ട് വെറുത്തെന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങോട്ട് കൽബ് കൊണ്ട് വെറുക്കുക എന്നിട്ട് അവിടെയൊക്കെ പോയി ഇരിക്കുക, അല്ലേ? അതൊരിക്കലും ശരിയായ നിലപാടല്ല. നമ്മൾ സംഗീതത്തെ വെറുക്കുന്നുണ്ടെങ്കിൽ ഒരു സംഗീതം ഒരു കല്യാണ വീട്ടിൽ തകൃതിയായിട്ട് അവിടെ ഉണ്ടാക്കുകയാണ്, നമുക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മളവിടെ ചിരിച്ചോടെ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ തിന്മയോട് സഹകരിക്കുന്നു എന്നാണ് അതിനർത്ഥം. നമുക്ക് ആ തിന്മ ഒരു പ്രശ്നമല്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ സംഗീതത്തെക്കുറിച്ചിട്ടൊക്കെ വളരെ ഗൗരവത്തിൽ അതിൻ്റെ അപകടത്തെക്കുറിച്ചൊക്കെ പറയാം. എന്നിട്ട് ഒരു സ്ഥലത്ത് സംഗീതം ഉണ്ടാകും, നമുക്ക് യാതൊരു കുഴപ്പമില്ല, നമ്മൾ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അതൊരിക്കലും ശരിയായ നിലപാടല്ല. നമ്മൾ അതിനോട് വെറുപ്പ് വേണം, അത് സംഭവിക്കുന്നതിനോട് ഉറപ്പ് വേണം. അവിടെ നമുക്ക് സാധിക്കുമെങ്കിൽ ഒരിക്കലും നമ്മൾ ഇരിക്കാനും പാടില്ല, അത് എണീറ്റ് പോകണം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അഥവാ ഇതെല്ലാവർക്കും വാജിബാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത്, ഒരാൾ ഒരു തിന്മ കണ്ടിട്ട് എതിർത്തിട്ടില്ല എങ്കിൽ, നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ, നമ്മൾ ഒരിക്കലും തന്നെ അയാൾ ഇൻകാറുൽ മുൻകർ ചെയ്തിട്ടേ ഇല്ല എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ്? കാരണം ഒരാൾ കൽബ് കൊണ്ട് വെറുത്താലും അത് ഇൻകാറുൽ മുൻകറാണ്. കൽബ് കൊണ്ട് വെറുത്താലും അയാൾ തിന്മയെ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയുകയില്ല ഇയാൾ കൽബ് കൊണ്ട് വെറുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതുകൊണ്ട് ഒരാളുടെ മേൽ നമുക്ക് ആക്ഷേപിക്കാൻ പാടില്ല. അവിടെ തിന്മയുണ്ടായിട്ട് ഇവരാരും എതിർത്തിട്ടില്ല എന്ന് പറയാൻ പാടില്ല. ഇവരാരും ആ തിന്മയെ എതിർത്തിട്ടില്ല എന്ന് നിരുപാധികം പറയാൻ പാടില്ല. കാരണം എന്ത് ചെയ്യും, അവർ കൽബ് കൊണ്ട് എതിർത്തിട്ടുണ്ടാകും. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ചില ഖവാരിജുകളിൽപ്പെട്ട ആളുകൾ ഏതെങ്കിലുമൊക്കെ നാടുകൾ, ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തിന്മ കണ്ടാൽ അവർ പറയുക, കണ്ടില്ലേ ഈ ഭരണാധികാരികൾ, ഇവിടെയുള്ള ആളുകൾ ആരും ഇതിനൊന്നും എതിർക്കുന്നില്ല എന്നങ്ങനെ പറയുന്നതായി കാണാൻ സാധിക്കും. അവർക്ക് അറിയുകയില്ല അവർ എതിർത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇനി ഒരാൾക്ക് അവിടെ നാവ് കൊണ്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ടാണെങ്കിൽ മനസ്സുകൊണ്ട് എതിർത്തിട്ടുണ്ടാകും. ഇവരെങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് അവരാരും എതിർത്തിട്ടില്ല എന്നുള്ളത്? കാരണം ഇത് ശരീഅത്ത് വകവെച്ച് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഒരാൾ കൽബ് കൊണ്ട് എതിർക്കുക എന്നുള്ളത്. ഒരാൾ കൽബ് കൊണ്ട് എതിർത്താൽ ദീനുൽ ഇസ്ലാം പുറത്തു പോകുന്നൊരു കാര്യമല്ല. ഒരു തിന്മ അയാൾ ചെയ്തു എന്ന് പറയുകയില്ല. അയാൾ കൽബ് കൊണ്ടെങ്കിലും എതിർത്താൽ അയാൾക്ക് ഈമാനുണ്ട്. ഈമാൻ, പക്ഷെ ദുർബലമായ ഈമാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ അത് ചെയ്യുക. ഒരാൾ കൽബ് കൊണ്ടെങ്കിലും വെറുക്കുക. അത് ഇതൊന്നും സാധിക്കാതെ വരുമ്പോൾ ഒരാൾ കൽബ് കൊണ്ട് എതിർത്താൽ
അത് അനുവദനീയമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വേറെ ചില ആളുകൾ ചില ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഒരാൾ അങ്ങനെ എതിർത്തിട്ടില്ല എങ്കിൽ അവൻ ദീനുൽ ഇസ്ലാം തന്നെ പുറത്തു പോകും എന്ന രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ഒരു ഹദീസിൽ ഇപ്രകാരമുണ്ട്, ഫമൻ ജാഹദഹു ബിയദിഹി ഫഹുവ മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ തിന്മകൾ വർദ്ധിച്ചു വരുന്ന സമയത്ത് ആരെങ്കിലും അപ്പോൾ കൈകൊണ്ട് എതിർക്കുന്നുണ്ടെങ്കിൽ അവൻ വിശ്വാസിയാണ്, അവൻ ഈമാനുണ്ട്. വമൻ ജാഹദഹു ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. നാവ് കൊണ്ട് ആരെങ്കിലും അതിനോട് പോരാടുകയാണെങ്കിൽ അവൻ മുഅ്മിനാണ്. വമൻ ജാഹദഹു ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. ആരെങ്കിലും കൽബിനോട് എതിർക്കുകയാണെങ്കിൽ അവൻ മുഅ്മിനാണ്. വലൈസ വറാഅ ദാലിക മിസ്ഖാല ഖർദലിൻ മിൻ ഈമാൻ. അതിനപ്പുറത്തേക്ക് ഈമാനിൻ്റെ ഒരു കടുകുമണി പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, ഒരാൾ ഒരു തിന്മയെ വെറുത്തിട്ടില്ല എങ്കിൽ, കൽബ് കൊണ്ട് പോലും വെറുത്തിട്ടില്ല എങ്കിൽ അവൻ കാഫിറാകും എന്നല്ല. എന്താണ് ഇത് പറയാനുള്ള തെളിവ്? ഒരാൾ കൽബ് കൊണ്ട് ഇത് വെറുത്തിട്ടില്ല എങ്കിൽ അയാൾ കാഫിറാകും എന്നല്ല. എന്താണ് ഇത് പറയാനുള്ള തെളിവ്? ഇത് പറയാനുള്ള തെളിവ് വളരെ വ്യക്തമാണ്. കാരണം ദീനുൽ ഇസ്ലാമിൽ ഒരു ഹറാം ഒരാൾ ചെയ്താൽ പോലും അയാൾ കാഫിറാവുന്നില്ല. ദീനുൽ ഇസ്ലാമിൽ ഒരു മോഷ്ടാവ് കാഫിറല്ല, ഒരു വ്യഭിചാരി കാഫിറല്ല, ആ രൂപത്തിൽ ഹറാമുകൾ ചെയ്യുന്ന ആളുകൾ കാഫിറാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആ കുഫറിനെ വെറുക്കാത്ത ഒരാൾ കാഫിറാവുക? ചെയ്യുന്നവൻ തന്നെ കാഫിറാകുന്നില്ല, പിന്നെ എങ്ങനെയാണ് അത് വെറുക്കാത്ത ആളുകൾ കാഫിറാകുക? അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ് എന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ പറയുന്നു. അത് ഫി ബാബി ഇൻകാരിൽ മുൻകർ ലൈസ ഫിദ്ദീൻ. മുഴുവൻ ദീനിന്റെയും കാര്യത്തിൽ അവന്റെ ഈമാൻ ദുർബലമാണ് എന്നല്ല, മറിച്ച് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ള വിഷയത്തിൽ അവന്റെ ഈമാൻ വളരെ കുറവാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല എങ്കിൽ വലൈസ വറാഅ ദാലിക മിസ്ഖാല ഖർദലിൻ മിൻ ഈമാൻ എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് പറയേണ്ടി വരും. അല്ല, ഈ വിഷയത്തിൽ അവന്റെ ഈമാൻ ഇല്ല. കൽബ് കൊണ്ടുപോലും ഒരാൾ വെറുക്കുന്നില്ലെങ്കിൽ ഇൻകാറുൽ മുൻകർ നടക്കുന്ന കാര്യത്തിൽ അവൻ എന്തില്ല? ഈമാനില്ല, ആ വിഷയത്തിൽ വിശ്വാസമില്ല എന്നാണ് അത് അർത്ഥം. അല്ല നിരുപാധികമായ ഈമാൻ അല്ല എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നല്ല ബന്ധമുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള തൗഹീദിലൊക്കെ നല്ല അടിയുറച്ച വിശ്വാസമുള്ള ഈമാനുള്ള ആളായിരിക്കും. ഈമാൻ കാര്യങ്ങൾ 6ലും ഖദറിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഈമാൻ ഉണ്ടാകും. പക്ഷേ ഈ വിഷയത്തിൽ ദുർബലനായ ആളുണ്ടാവും. നന്മ കൽപ്പിക്കാൻ, തിന്മ വിരോധിക്കാൻ അതിൽ ദുർബലരായ ആളുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു അബദ്ധം സംഭവിച്ചാൽ അവൻ ഒരു ഈമാനുമില്ല എന്നല്ല, ഇൻകാറുൽ മുൻകറിന്റെ വിഷയത്തിൽ അവന്റെ ഈമാൻ ദുർബലമായിരിക്കുന്നു. അതോ കൽബ് കൊണ്ടെങ്കിലും വെറുത്താൽ അവൻ ദുർബലമായിരിക്കും. അതിൻ്റെ അപ്പുറത്തെ പോയാൽ ആ വിഷയത്തിൽ അവൻ ഈമാനില്ല. അതല്ലാതെ ഈമാൻ പൂർണ്ണമായി നശിച്ചു എന്ന് പറയാവതല്ല. കാരണം ആ തിന്മ ചെയ്യുന്ന വ്യക്തി പോലും കാഫിറാണ് എന്നുള്ളത് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ആ തിന്മ അഥവാ മുകഫറത്തല്ലാത്ത, കാഫിറാകുന്ന തിന്മകളല്ല ഉദ്ദേശിക്കുന്നത്, ശിർക്കുൻ അക്ബറോ മറ്റൊന്നല്ല. അതല്ലാത്ത ഹറാമുകൾ ചെയ്യുന്ന വ്യക്തി തന്നെ ദീനുൽ ഇസ്ലാം കാഫിറാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് അത് വെറുക്കാത്ത ആളുകൾ കാഫിറാവുക? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ആ വിഷയം മനസ്സിലാക്കുക. ഇനി പണ്ഡിതന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻകാറുൽ മുൻകർ നടത്തുന്ന സമയത്ത് ഒരിക്കലും തന്നെ അവിടെയുള്ള തിന്മയെക്കാളും ഗൗരവമുള്ള തിന്മ വരുന്ന ഒരവസ്ഥ നമ്മുടെ എതിർക്കൽ കൊണ്ടുണ്ടാകാൻ പാടില്ല. അവിടെയുള്ള ഒരു തിന്മ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പോയി എതിർത്ത് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ തിന്മയുണ്ടാകും എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ആ തിന്മയെ പോയി എതിർക്കാൻ പാടില്ല എന്നാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ താഴെ കുറച്ച് ഭാഗത്ത് അവിടെ ഇരുന്ന് ഷീറ്റ് കളിക്കുകയാണ്, അതല്ലെങ്കിൽ അവർ അവിടെ ഇരുന്ന് ഒരു മരത്തിൻ്റെ കീഴിൽ കണ്ടുപിടിക്കുകയാണ്. ഇവരോട് നമ്മൾ പറഞ്ഞാൽ അവർ പോകുന്ന എന്ന് നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞ് അവർ ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. ഇങ്ങനെ പരസ്യമായി തിന്മ ചെയ്യുന്നത് നമുക്ക് ഒരാൾ ഒഴിവാക്കണം. പക്ഷേ ഇവർ ഭയങ്കര അക്രമികളാണ്. ഇവരോട് പോയി ഇവരവിടെ പോയി എതിർത്താൽ, ഇവരെ ഗല്ലിയിൽ പോയി ഇവരെതിർത്താൽ, ഇവരിങ്ങോട്ട് വന്ന് നമ്മുടെ മസ്ജിദും നമ്മുടെ നന്മകളും ഒക്കെ തകർക്കാൻ വേണ്ടി അവർ വരും എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മൾ ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഈ തിന്മ എതിർക്കാൻ പാടില്ല. കാരണം അതിനേക്കാളും വലിയ ഗൗരവമുള്ള കാര്യം അതിൻ്റെ ഫലത്തിൽ സംഭവിക്കും. അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പെട്ടത് കാണാൻ സാധിക്കും. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അസ്ഹാബുകളും ഒരുമിച്ച് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അസ്ഹാബുകളും ഒരുമിച്ച് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന സമയത്ത് അവിടെ താർത്താരികളുണ്ട്. നിങ്ങൾക്കറിയാം, താർത്താരികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് അങ്ങേയറ്റം ഉപദ്രവം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഭാഗമാണ്. ഇതേപോലെ ഒരു വിഭാഗം ലോകത്ത് കടന്നുപോയിട്ടില്ല. അവർക്ക് ഈമാനുള്ള ആളുകളൊന്നുമല്ല, ബാഹ്യമായി അവർ അങ്ങനെ അഭിനയിക്കുന്ന ആളുകളായിരുന്നു. അവർ മുസ്ലിമീങ്ങളെ കാണുന്നിടത്തൊക്കെ ഉപദ്രവിക്കുന്നവരായിരുന്നു. ഇവരെപ്പോഴും ലഹരിയിലായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ലഹരിയിൽ ഇങ്ങനെ ഏർപ്പെട്ട് ഇങ്ങനെ മദ്യവും മറ്റുമൊക്കെ സേവിക്കുന്നത് കണ്ടപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ കൂടെയുള്ള ആളുകൾ എന്ത് ചെയ്തു? അത് പോയി തടുക്കുവാൻ വേണ്ടി പോയി അവരോട് പോയി പറയണം, അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇവരെ തടഞ്ഞു. അവരെ പോയി തടയേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മദ്യം
ഒഴിവാക്കാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിസ്കാരത്തിൽ നിന്നും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും അത് തടയും എന്നുള്ളത് കൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറഞ്ഞത്. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിസ്കരിക്കുന്നതിൽ നിന്നൊക്കെ ഇത് തടയും ലഹരി ബാധിച്ചിട്ട്. അതാണുള്ളത്. ഇവർ ലഹരി ഉപയോഗിക്കാതിരുന്നിട്ട് ഈ പറയുന്ന നന്മകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവർ ലഹരി ഉപയോഗിക്കാത്തതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയോ അതല്ലെങ്കിൽ നിസ്കരിക്കുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മറിച്ച് ഇവർ ലഹരി ഉപയോഗിക്കാതിരുന്നാൽ ഇവർ ആ ബോധമുള്ള അവസ്ഥയിൽ മുസ്ലിമിനെ ഉപദ്രവിക്കുകയാണ് ചെയ്യുക. ഇവർ ലഹരി ഉപയോഗിച്ചാൽ ഇവർ മുസ്ലിമിനെ ഉപദ്രവിക്കുകയില്ല. ഇവർ മുസ്ലിം കാരണം ലഹരിയിലാണ്, അവരങ്ങനെ അവിടെ ഇരുന്നോളും. തീർന്നില്ല, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ് ഇവർ തമ്മിൽ തന്നെ അടിയായിക്കോളും, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടും. അതാണ് മുസ്ലിമീങ്ങൾക്ക് നല്ലത്. അഥവാ ഇവർ ബോധത്തിലായിരിക്കുക എന്നതിനേക്കാൾ ഇവർ ലഹരിയിലായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് നന്മ. അതുകൊണ്ട് അവരോട് പോയി പറയേണ്ടതില്ല എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്. അതിൻ്റെതായ ചില ഫിഖ്ഹുകൾ സഹോദരങ്ങളെ ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു 4 രൂപത്തിലാണ് ഇൻകാറുൽ മുൻകർ ഉള്ളത്. ഒന്ന് ഇമ്മാ യഅമല അന്നഹു യൻഖുലു സാഹിബൽ മുൻകരിൻ മുൻകർ. ഒരാൾക്കറിയാം ഒരു വ്യക്തിയോട് ഒരു തിന്മ എതിർത്ത് കഴിഞ്ഞാൽ അയാൾ അതിൽ നിന്ന് മാറും, അവിടെ നമ്മൾ നിർബന്ധമായി എതിർക്കണം. രണ്ടാമത്തത് വിമാ യഅലമു അന്നഹു യദ്അഫുൽ മുൻകർ. അത് ഫുള്ളായിട്ട് മാറിയിട്ടില്ലെങ്കിൽ, പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിൽ കുറച്ച് കുറയുന്നറിയാം. ഒരു വിഭാഗത്തോട് ഇപ്പോൾ റോട്ടിന് പരസ്യമായി ഒരു ഹറാമ് ചെയ്യാൻ, അപ്പോൾ നമ്മൾ അവരോട് പറയണം നിങ്ങളൊന്ന് അങ്ങോട്ടും എവിടെയൊക്കെ മാറിയിരിക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ പോകുന്നതല്ലേ എന്ന് പറഞ്ഞാൽ അവർ മാറിയിരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നമ്മൾ പറയണം. കാരണം ആ തിന്മയെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കുറക്കാൻ പറ്റും. അവരെ പൂർണ്ണമായി ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റൂലെങ്കിൽ അവരെ കുറക്കാൻ പറ്റും. അത് നമുക്ക് ചെയ്യാം. ഇനി മൂന്നാമത് പറയാണ് അതിനേക്കാളും അഅളമായ ഒരു തിന്മ ഇതിന് പകരം ഉണ്ടാകുമെന്ന് കണ്ടാൽ ഹുനാലാ യുൻകർ. അവിടെ എതിർക്കാൻ പാടില്ല, അവിടെ എതിർക്കാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇവിടെ ഒരു വലിയൊരു ഷിർക്കിൻ്റെ ഒരു ഉത്സവം ആരംഭിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു വലിയൊരു ഷിർക്കിൻ്റെ ഉത്സവം ആരംഭിക്കുകയാണ്, ഒരു നബിദിന റാലി പോവുകയാണെന്ന് സങ്കല്പിക്കുക. ഒരു ബിദ്അത്താണ്, ഗൗരവമുള്ള തിന്മയാണ്. നമ്മൾ പോയി ആ റോട്ടിൽ പോയി നബിദിന റാലിയോടെ സമ്മതിക്കില്ല. ഫൽയുഗയ്യിർഹു ബിയദിഹി എന്ന് പറഞ്ഞ് കൈകൊണ്ട് തടയാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? അവർ ആ റാലി നേരെ വന്ന് ഇവിടെ തൊട്ടടുത്തുള്ള ഏതൊക്കെ സലഫി മസ്ജിദുകളുണ്ടോ അതൊക്കെ തകർക്കും, യാതൊരു സംശയവും വേണ്ട. കാരണം അത്രയും വിവരമില്ലാത്ത, ദീനിയായ യാതൊരു ബോധവുമില്ലാത്ത ആളുകളാണ് പലപ്പോഴും, നിസ്കാരം പോലും ഇല്ലാത്ത ആളുകളാണ് ഇത്തരം റാലികളിലൊക്കെ പലപ്പോഴും ഉണ്ടാകാറുള്ളത് അല്ലേ? അത്രയും വിവരമില്ലാത്ത ആളുകളാണ്. അപ്പം അത്തരം സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. വലിയൊരു തിന്മ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരിക്കലും പോയി അത് എതിർക്കരുത് എന്നാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതെല്ലാ വിഷയത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, ഈ ഒരു സമൂഹം ഇങ്ങനെയാണ്, പല രൂപത്തിൽ ആളുകൾ ജീവിക്കുന്ന ഒരിടമാണ്. ഇപ്പം ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ഒരു ഫിഖ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പലപ്പോഴും പല അപകടങ്ങളും നമ്മൾ വരുത്തി വെക്കും. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് ആരോടൊന്നും പറയാതിരിക്കുക എന്നുള്ളതല്ല. അതല്ല, തിന്മ കൽപ്പിക്കുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ ഒരു ബാധ്യതയിൽപ്പെട്ടതാണ്. പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് വ്യക്തമാണെങ്കിൽ നമ്മളത് ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് തിന്മ അത് പുറമേക്ക് കാണുമ്പോഴാണ് നമ്മൾ എതിർക്കേണ്ടത്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയാണ്ട് തിന്മ എതിർക്കുക എന്നുള്ളത് ചെയ്യേണ്ടതില്ല. മറിച്ച് പുറത്തേക്ക് കാണുന്ന തിന്മകളാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരു രഹസ്യ ഒരു ചാരപ്പണി, ഒരു ജാസൂസായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല. എവിടെയൊക്കെയാണ് തിന്മകൾ നടക്കേണ്ടത്, അത് ഭരണാധികാരികളുടെ ഒക്കെ പണിയാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു രണ്ട് സാഹചര്യങ്ങളിൽ രഹസ്യമായ തിന്മയാണെങ്കിലും എതിർക്കേണ്ടതുണ്ട്. ഒന്ന് അയ്യക്കൂനൽ മുൻകറു ലഹു ദററുൻ മുതഅദ്ദിൻ അലൽ ഉമൂം, മുഴുവൻ ആളുകൾക്കും ഉപദ്രവം ഉണ്ടാകുന്ന ഒരു തിന്മയാണ് രഹസ്യമായി നടക്കുന്നത്. പണ്ഡിതന്മാർ പറയണം, വല്ല തീവ്രവാദ പ്രവർത്തനങ്ങളാണ് ഒരു സ്ഥലത്ത് നടക്കുന്നത് നമുക്ക് വിവരം കിട്ടിയാൽ അത് നമ്മൾ അധികാരികളെ അറിയിക്കേണ്ടതുണ്ട്. കാരണം ഇത് മുഴുവൻ ഉമ്മത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ? മുഴുവൻ ഉമ്മത്തിന് ഉപദ്രവം ഉണ്ടാക്കും. ഇവരവിടെ പോയി ഈ പറയുന്ന ഒരാൾ എവിടെയെങ്കിലുമൊക്കെ പോയി പൊട്ടിത്തെറിക്കാൻ, അല്ലെ എവിടെയെങ്കിലുമൊക്കെ ഒരു അപകടം വരുത്താൻ ഒരു കുറച്ച് ആളുകൾക്ക് ചെയ്യുന്നുണ്ട് എന്ന് വിവരം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇത് നമ്മൾ കൃത്യമായി അറിഞ്ഞ് അതിനെക്കുറിച്ച് വിവരം നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? മുഴുവൻ ഉമ്മത്തിനെയും ബാധിക്കുന്ന കാര്യമാണ് അല്ലെ? ചില ആളുകളുടെ വിവരദോഷം കൊണ്ട് മുഴുവൻ ഉമ്മത്തും വേട്ടയാടപ്പെടും, മുഴുവൻ ജനങ്ങളും വേട്ടയാടപ്പെടും, ഒരുപാട് ആളുകൾ മരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് കൃത്യമായി അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, മുഴുവൻ ഉമ്മത്തിനെയും ബാധിക്കുന്നില്ലെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ, ഒരാളെ കൊല ചെയ്യാൻ അല്ലെങ്കിൽ ഒരാളുടെ വീട് കവർ ചെയ്യാൻ കുറച്ച് ആളുകൾ രഹസ്യമായ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്നു എന്ന് വിവരം കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ഈ പറയുന്ന ഏതാണോ നമുക്ക് സാധിക്കുന്ന രൂപത്തിലൊരു ഇൻകാറുൽ മുൻകർ, അത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ്. എന്നാൽ അതല്ലാത്തതായ രഹസ്യമായി ആരെങ്കിലുമൊക്കെ എവിടെയൊക്കെ തിന്മ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ പോയി നമ്മൾ അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളത് നമുക്ക് ബാധ്യതയില്ല എന്നാണ് പറയുന്നത്. അത് നമ്മുടെ റുഹിയത്തിൽ വന്നാൽ, നമ്മുടെ അറിവിലേക്ക് കൃത്യമായി ഉറപ്പുള്ള രീതിയിൽ എത്തിയാൽ മാത്രമേ നമ്മൾ പോകേണ്ടതുള്ളൂ. അതല്ലാതെ
തിന്മകൾ അന്വേഷിച്ചു കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അവസാനമായി പറയട്ടെ, തിന്മകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ഇജ്തിഹാദിയായ മസ്അലകളുണ്ട്, അഥവാ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകളുണ്ട്. അതിനെ എതിർക്കുന്ന സമയത്ത് അതിൻ്റെ രീതി പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ഇജ്തിഹാദിയായ മസ്അല എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം? അഥവാ രണ്ട് കൂട്ടരുടെ അടുത്തും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇടയിൽ തന്നെ പണ്ഡിതന്മാർ രണ്ട് കൂട്ടരുടെ ഇടയിലും ആ വിഷയത്തിന് വ്യക്തമായ തെളിവുകൾ, ബലാബലമുള്ള തെളിവുകൾ രണ്ട് കൂട്ടരുടെയും കയ്യിലുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു ദർസ് നടക്കുമ്പോൾ അതൊരു വീഡിയോ ഇങ്ങനെ എടുക്കുക, അതല്ലെങ്കിൽ അത്തരം ഉപകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫോട്ടോ എടുക്കുക, അതല്ലെങ്കിൽ നിരുപാധികമായിട്ട് തന്നെ ഒരു ഫോട്ടോഗ്രാഫി ഉപയോഗിക്കുക എന്നുള്ളത് അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ചിലർ പറഞ്ഞു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുപാധികമായി മുസവ്വിരീങ്ങളെ, ചിത്രമുണ്ടാക്കുന്നവരെ ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ പെടും. അത് മൊബൈലിന് പ്രത്യേകിച്ച്, ക്യാമറയ്ക്ക് പ്രത്യേകിച്ച് ഒഴിവൊന്നുമില്ല, അത് മുഴുവനിൽ പെടുന്നതാണ് എന്ന് പറഞ്ഞു. അവർക്ക് അതിൻ്റെതായ തെളിവുകളുണ്ട്. വേറെ ചിലർ പറഞ്ഞു ഇല്ല, ഇത് കൈകൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ കൊത്തി ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒരു ശ്രമകരമായ ഒന്നും ഇതിലില്ല. ഇതൊരു അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചൊരു കാര്യത്തെ അതേപോലെ നിഴൽ പകർത്തുക എന്നുള്ളതല്ലാതെ ഇതിൽ പ്രത്യേകിച്ചുമൊന്നില്ല. സവറ എന്നൊക്കെ പറയുന്നത് ശ്രമകരമായ കാര്യത്തിന് മാത്രമേ പറയുകയുള്ളൂ എന്ന അഭിപ്രായം ആ രൂപത്തിൽ അവർ പറയാം. ഈ രണ്ടും അഭിപ്രായമുള്ള അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ഇടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഒരാൾ ഇവിടേക്ക് കടന്നു വരികയാണ്, അയാൾക്ക് ഇത്തരം ഇങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ളത് അയാൾക്ക് ഇഷ്ടമല്ല, അയാളത് തെറ്റാണെന്ന് മനസ്സിലാക്കണം. ഒരിക്കലും തന്നെ അയാൾക്ക് ഇത് വന്ന് കൈകൊണ്ട് എതിർക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ഒരാൾ കൈകൊണ്ട് എതിർക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. എന്താണ് അത് അപ്പോൾ അവിടെ ചെയ്യേണ്ടത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഫതാവയിൽ പറയുന്നുണ്ട്, വലിഹാദാ ഖാല അൽ ഉലമാഉ അൽ മുസന്നിഫൂന ഫിൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി മിൻ അസ്ഹാബി ശാഫിഈ വഗൈരിഹി. അതുകൊണ്ടാണ് അദ്ദേഹം ആ വിഷയം പറഞ്ഞു വരികയാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ള വിഷയത്തിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുള്ള ഇമാം ഷാഫിയുടെ കീഴിലുള്ള പണ്ഡിതന്മാരാകട്ടെ മറ്റുള്ളവരാകട്ടെ അവർ പറഞ്ഞു, ഇന്ന മിസ്ല ഹാദിഹിൽ മസാഇൽ ഇജ്തിഹാദിയ, ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ള ഇജ്തിഹാദിയായ മസ്അലകൾ ലാ തുൻകറു ബിൽ യദ്, അതൊരിക്കലും കൈകൊണ്ട് എതിർക്കാൻ പാടില്ല. വലൈസ ലി അഹദിൻ അൻ യുൽസിമ അന്നാസ ബിത്തിബാഇഹി ഫീഹാ, ഒരാൾക്ക് മറ്റൊരാൾ ഞാൻ പറയുന്നതേ നീ എടുക്കാവൂ എന്ന് നിർബന്ധിക്കാൻ പാടില്ല. എന്നാൽ ഒന്നും ചെയ്യേണ്ടെന്നാണോ? അല്ല. വലാകിൻ യതകല്ലമു ഫീഹാ ബിൽ ഹുജജിൽ ഇൽമിയ, അവൻ ഇൽമിയായ തെളിവുകൾ കൊണ്ട് അവൻ സംസാരിക്കട്ടെ, ഇൽമിയായ തെളിവുകൾ കൊണ്ട് അവൻ പരസ്പരം സംസാരിക്കട്ടെ. ഫമൻ തബയ്യന ലഹു സിഹ്ഹത്തു അഹദിൽ ഖൗലൈനി തബിഅഹു, ആർക്കെങ്കിലും ഇതാണ് ശരി, ഏതാണ് ഇന്നതാണ് ശരി എന്ന് മനസ്സിലാകുന്നെങ്കിൽ അവൻ അത് പിൻപറ്റട്ടെ. വമൻ ഖല്ലദ അഹ്ലൽ ഖൗലിൽ ആഖർ ഫലാ ഇൻകാറ അലൈഹി, ഒരു വിഭാഗത്തിന്റെ തെളിവ് കേവലം തഖ്ലീദ് ചെയ്ത വ്യക്തി, അയാൾക്ക് അതിന്റെ തെളിവോ എതിർ വിഭാഗത്തിന്റെ തെളിവോ മനസ്സിലാക്കാനോ ഒന്നും അറിയില്ല. ഇന്ന പണ്ഡിതൻ പറയുന്നത് കേട്ടിട്ട് അത് ഹറാമാണ്, ഇന്ന പണ്ഡിതൻ പറയുന്നത് കേട്ടിട്ട് അത് ഹലാലാണ് എന്ന് പറയുന്നവനാണെങ്കിൽ, മുഖല്ലിദാണെങ്കിൽ, അവൻ ഒരിക്കലും മറ്റവനെ ശക്തമായി പോയി എതിർക്കുക എന്നുള്ളത് പാടില്ല. മുഖല്ലിദിന് ഈ രൂപത്തിൽ എതിർക്കുക എന്നുള്ളത് പാടില്ല. എന്നാൽ തെളിവ് വ്യക്തമായ വ്യക്തിക്ക്, തെളിവ് മനസ്സിലായ ആളുകൾക്ക് അവർ പോലും എന്താണ് ചെയ്യേണ്ടത്? അവൻ അത് വെച്ച് സ്ഥാപിക്കട്ടെ, തെളിവ് സ്ഥാപിക്കട്ടെ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നോക്കൂ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സവാഇഖുൽ മുർസല എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, വഹാദ നൗഉ മിനൽ ഇഖ്തിലാഫ്, ഇത്തരം വിഷയങ്ങൾ പറയാണ്, ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ലാ യൂജബു മുആദാത്തുൻ വല ഇഫ്തിറാഖുൻ ഫിൽ കലിമ വല തബ്ദീദൻ ലിശം, ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അതൊരിക്കലും തന്നെ ശത്രുതക്കോ ഭിന്നിപ്പിനോ നമ്മുടെ കൂട്ടായ്മക്ക് ചിന്ന ഭിന്നമാക്കുന്ന കാര്യത്തിനോ ഒന്നിനും വഴിവെച്ചുകൂടാ. ഫഇന്ന സ്വഹാബത റളിയല്ലാഹു അൻഹും ഇഖ്തലഫു ഫി മസാഇൽ കസീറ മിൻ മസാഇൽ ഫുറൂ കൽ ജദ്ദി മഅൽ ഇഖ്വ, കാരണം സ്വഹാബികൾക്ക് ഇത്തരം ഫിഖഹിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതിലും ഉണ്ടായിട്ടുണ്ട്. ചിലത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, അഥവാ അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ചിലർക്ക് കൊടുക്കാം, ചിലർക്ക് കൊടുക്കേണ്ടതില്ല എന്ന വിഷയത്തിലൊക്കെ സ്വഹാബികളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഫലം യൻസിബ് ബഅദുഹും ലിബഅദിൻ അദാവ, അവരാരും പരസ്പരം ഈ വിഷയത്തിൽ ശത്രുത നാട്ടിപ്പിടിച്ചിട്ടില്ല. വലാ ഖത്അ ബൈനഹു ബൈന ഇസ്മ, അവരാരും പരസ്പരം ബന്ധം മുറിച്ചിട്ടേ ഇല്ല. ബൽ കാനു കുല്ലു മിൻഹും യജ്തഹിദു ഫീ നസ്രി ഖൗലിഹി ബിഅഖ്സാ മാ യഖ്ദിറു അലൈഹി, പക്ഷെ ഓരോരുത്തരും അവരുടെ തെളിവ് സ്ഥാപിക്കാനായി അതിന് അങ്ങേയറ്റം പോയിരുന്നു. അവരുടെ തെളിവ് ഇന്നതാണ് എന്ന് പറയാൻ അവർ അങ്ങേയറ്റം അതിൽ പരിശ്രമിക്കും, ഇതാണ് ശരി, അതിൻ്റെ തെളിവുകളൊക്കെ പറയും. എന്നിട്ടോ സുമ്മ യർജിഊന ബഅദൽ മുനാവറതി ഇലൽ ഉൽഫതി വൽ മഹബ്ബതി വൽ മുസാഫാതി വൽ മുവാലഹ, പിന്നെ പരസ്പരം തമ്മിൽ സംസാരിച്ചു, എൻ്റെ അഭിപ്രായം ഇന്നതാണ്, അവൻ്റെ അഭിപ്രായം ഇന്നതാണ്, ഇത് പരസ്പരം കേട്ടിട്ടും അവരെന്ത് ചെയ്യും? അതിനുശേഷം പിരിയുമ്പോഴും പരസ്പരം സ്നേഹത്തോടുകൂടിയും അടുപ്പത്തോടു കൂടിയാണ് അവർ പിരിഞ്ഞിരുന്നത്. മിൻ ഗൈരി അൻ യദ്മിറ ബഅദുഹും ലിബഅദിൻ ദഗ്ന, ഉള്ളിൽ വിദ്വേഷവും വെറുപ്പൊന്നും അതിൻ്റെ പേരിൽ വെച്ചിരുന്നില്ല. വല യൻതവി ലഹു വല
معتبة ولا ذم بل يدل المستفتي عليه مع مخالفته له ويشهد له بأنه خير منه وأعلم منه. അവരൊരാളും മറ്റൊരാളെ മോശമാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, മറിച്ച് അവർ പറയും ചിലപ്പോൾ എന്നെക്കാളും ഖൈർ അവനായിരിക്കും, എന്നെക്കാളും കൂടുതൽ അറിവുള്ളവൻ അവനായിരിക്കും എന്ന രൂപത്തിലാണ് അവർ സംസാരിച്ചിരുന്നത്. അതായത് ഈ വിഷയത്തിൽ അവൻ ഇങ്ങനെ അഭിപ്രായം എടുത്തു എന്നുള്ളത് കൊണ്ട് അവൻ മോശക്കാരനാണെന്നല്ല, ചിലപ്പോൾ എന്നെക്കാളും ഖൈറായിരിക്കും, അവൻ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എന്നെക്കാളും അള്ളാഹിനെ സൂക്ഷിക്കുന്ന ആളായിരിക്കും എന്ന രൂപത്തിലാണ് അവർ പരസ്പരം പെരുമാറിയിരുന്നത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫഹാദൽ ഇഖ്തിലാഫു അസ്ഹാബുഹു ബൈനൽ അജ്റൈനി വൽ അജ്ർ. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ അത് രണ്ട് പ്രതിഫലമാണോ അല്ല ഒരു പ്രതിഫലമാണോ എന്നതിൻ്റെ വ്യത്യാസമാണ്. കാരണം രണ്ടുപേരും ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടുകൂടി ദേഹേച്ഛയെ പിൻപറ്റാതെ അഭിപ്രായം പിൻപറ്റിയവരാണ്. അതുകൊണ്ട് അത് ശരിയായ ആളുകൾക്ക് രണ്ട് പ്രതിഫലവും തെറ്റായ ആളുകൾക്ക് ഒരു പ്രതിഫലമായി ഇജ്തിഹാദ് ചെയ്തതിന് പ്രതിഫലവുമുണ്ട്. വകുല്ലും മിൻഹും മുതീഉൻ ലില്ലാഹി ബഹസബി നിയ്യതിഹി വജ്തിഹാദിഹി വതഹ്രീഹിൽ ഹഖ്. കാരണം ഓരോരുത്തരും അവരുടെ നിയ്യത്തിനനുസരിച്ചിട്ട് അവരുടെ പരിശ്രമത്തിനനുസരിച്ച് സത്യത്തെ കണ്ടെത്തണമെന്ന കാര്യത്തെ അനുസരിച്ചിട്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ്, അതല്ലാതെ ആരും ദേഹേച്ഛയെ പിൻപറ്റാൻ വേണ്ടി ചെയ്തതല്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഇത്തരം അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ള ഖിലാഫിയായ മസ്അലകൾ അതിലൊരിക്കലും ശത്രുതയും വെറുപ്പും ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതേത് മസ്അലയാണെങ്കിലും ശരി, അത് ദീനിൽ പണ്ഡിതന്മാർ ഖിലാഫിയായ മസ്അലയാണ്, ഇജ്തിഹാദിയായ മസ്അലയാണ് എന്ന് പറഞ്ഞ ഏതൊരു മസ്അലയാണെങ്കിലും ശരി, അതിൻ്റെ പേരിൽ ശത്രുതയും വെറുപ്പും അതിൻ്റെ പേരിൽ ഭിന്നിപ്പും ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു മാസപ്പിറവി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാൻ കാരണമായിട്ടുള്ളൊരു വിഷയമാണ്. ഒരു വിഭാഗം പറയാണ് ലോകത്തെവിടെ കണ്ടാലും അത് മതി, അത് ദീനിന് തെളിവാണ് എന്നൊരു വിഭാഗം പറയാണ്. അതിൽ വേറൊരു വിഭാഗം പറയാണ് ഇല്ല, അതാത് നാട്ടിൽ തന്നെ കാണേണ്ടതുണ്ട്, അതനുസരിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഈ രണ്ട് അഭിപ്രായം രണ്ട് വിഭാഗം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു വിഭാഗത്തിന് മറ്റേ വിഭാഗത്തിന് വെറുപ്പുണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇത് പരസ്പരം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അതുകൊണ്ട് അതിലൊരാൾ ഒരു അഭിപ്രായം എടുത്തു കഴിഞ്ഞാൽ അയാൾ വലിയൊരു തിന്മയാണ്, അബദ്ധമാണ് ചെയ്തത് എന്ന നിലക്ക് വ്യാഖ്യാനിക്കേണ്ടതില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പരസ്യമായി ഒരു നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാത്ത ഒരു നാട്ടിൽ പരസ്യമായി പെരുന്നാൾ ആഘോഷിക്കുക, അത് പണ്ഡിതന്മാർ എതിർത്തിട്ടുള്ള കാര്യമാണ്. അതായത് ഒരാളും അത് അനുവദിക്കുന്നില്ല, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഈ ഒരു മസ്അലയിൽ ഇന്ന് അഭിപ്രായം സ്വീകരിക്കുക എന്നുള്ളത്, അല്ല, ഒരാൾ രഹസ്യമായി അങ്ങനെ മാന്യമായ അഭിപ്രായം സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അതായത് അവർ ലോകത്ത് എവിടെ കണ്ടാലും നോമ്പ് ആരംഭിക്കുകയും പെരുന്നാൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അവർ ജനങ്ങൾക്ക് പരസ്യമായിട്ട് പെരുന്നാൾ ആഘോഷിക്കുക അങ്ങനെയൊന്നും അവർ ചെയ്യുകയില്ല. അങ്ങനെയാണ് അവർ വേണ്ടത്. പരസ്യമായി ചെയ്യുക എന്നുള്ളത് വേറൊരു അബദ്ധമാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു ആലിമും അത് അനുവദിച്ചിട്ടില്ല. അതേപോലെയാണ് സഹോദരങ്ങളെ, ഒരാളൊരു ഷിർക്കോ മറ്റോ ഒക്കെ സംഭവിച്ചാൽ, ഒരു ഷിർക്ക് പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ അയാൾ ഉടനെ കാഫിറായോ അതല്ലെങ്കിൽ ഇത്തരം ഷിർക്ക് പോലെയുള്ള ഗൗരവമുള്ള കാര്യത്തിൽ അയാൾക്ക് ഉദുറുണ്ടോ, അയാളുടെ അറിവില്ലായ്മ കാരണത്താൽ ഉദുറും ബിൽ ജഹൽ, അറിവില്ലായ്മ കൊണ്ട് ഉദുറുണ്ടോ? ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. മഹാന്മാരായ ചില പണ്ഡിതന്മാർ തന്നെ ആ നാട്ടിൽ തൗഹീദൊക്കെ പ്രചരിച്ചതാണെങ്കിൽ അവർ ശിർക്ക് ചെയ്തിട്ടെങ്കിൽ അവർക്ക് ഉദുറില്ല, അവർ കാഫിറായി തീരും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഉദുറുണ്ട്, അവർക്ക് അറിവില്ലായ്മയുടെ ഉദുറുണ്ട്, അവർക്ക് വ്യക്തമായി കൃത്യമായി ആലിമീങ്ങളെ പോലെയുള്ള ആരെങ്കിലും അല്ലാതെ അവരെ കാഫിറാണെന്ന് പറയാൻ സാധിക്കുകയില്ല, അവർക്ക് ഉദുർ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പം ഇതിൻ്റെ പേരിൽ ഉദുർ കൊടുത്ത ആളുകൾക്ക് തൗഹീദ് അറിയുകയില്ല. അവർ തൗഹീദ് അറിയാതെ, അതല്ലെങ്കിൽ ഷിർക്കിൻ്റെ ആളുകളാണ്, ഷിർക്കിൻ്റെ ആളുകളെ പുകഴ്ത്തുന്നവരാണ്, അതല്ലെങ്കിൽ അവർ മുർജിയാക്കളാണ്, ഈമാനില്ലാത്ത ആളുകളാണ്. ഇത്തരം വാദങ്ങൾ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അബദ്ധത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. അവരുടെ ഇൻകാറിൻ്റെ രീതി വളരെ മോശമായിരിക്കും, ഒരിക്കലും പറയാൻ പാടില്ല. മറിച്ച് ഏത് അഭിപ്രായമാണോ അവന് മനസ്സിലായിട്ടുള്ളത് അത് അവൻ സ്വീകരിക്കുകയും അവൻ മനസ്സിലാകാത്ത കാര്യത്തെക്കുറിച്ച് അവൻ പഠിക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പഠിച്ചതിന് ശേഷം എൽമിയായ മാന്യമായ രൂപത്തിലുള്ള ആ സംസാരങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ചെയ്യേണ്ടത്. അതല്ലാത്ത രീതിയിൽ ആളുകളെ പരസ്പരം ചേരിതിരിവുകളും ഭിന്നിപ്പുകളും ഈ രൂപത്തിൽ ആക്ഷേപങ്ങളും ഉന്നയിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇൻകാറുൽ മുൻകർ അതിൻ്റേതായ രീതികളുണ്ട്, രീതിശാസ്ത്രങ്ങളുണ്ട്. എപ്പോഴാണ് അനുവദിക്കുന്നത്, എപ്പോഴാണ് അനുവദിക്കാത്തത്, ഇതെല്ലാം ഉണ്ട്. അത് മനസ്സിലായിട്ടില്ല എങ്കിൽ, അത് കൃത്യമായി ചെയ്തിട്ടില്ല എങ്കിൽ വലിയ അബദ്ധങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മളെത്തിയേക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, ആ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് നന്നായി പഠിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. സാധ്യമാകുന്ന നന്മകൾ ആളുകളിലേക്ക് എത്തിക്കുകയും നമുക്ക് ചുറ്റുമുള്ള തിന്മകൾ സാധ്യമാകുന്ന എല്ലാ രൂപത്തിലും ചെറുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.